السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأحسنوا إن الله يحب المحسنين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സ്നേഹസമ്പന്നരും വാത്സല്യനിധികളും ഹൃദയത്തിൻ്റെ അടിത്തട്ട് സ്നേഹിക്കുന്ന കർണാടക SVS സ്വാന്തനം ഇസാഭാംഗങ്ങൾ പല പ്രോഗ്രാമുകളും സംബന്ധിച്ചെങ്കിലും ഇന്നത്തെ ഈ സദസ്സ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് വോയിസിൻ്റെ ഈ ക്ലാസ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാഹ്, ഇത് കബൂലാക്കണേ അല്ലാഹ്. അതിന് നേതൃത്വം നൽകുന്ന കർണാടക SVS ലീഡേഴ്സിന് എല്ലാ അഭിനന്ദനങ്ങളും നൽകുകയാണ്. സത്യത്തിൽ വരുമ്പോൾ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഈ വർഷം ഒരൊറ്റ ദിവസവും രാവിലത്തെ സുബ്ഹ് ഒഴിവാക്കിയിട്ടില്ല. ഒരൊറ്റ സുബ്ഹ് ദിവസം ഒഴിവാക്കിയിട്ടില്ല. പല പ്രാവശ്യം ഞാൻ ചോദിച്ചു, ഞാനൊരു 11:30 എത്തിയാൽ പോരെന്ന് ചോദിച്ചു. എല്ലാ 10 മണിക്ക് തന്നെ എത്തണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പടച്ചോനെ, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് അൽഹംദുലില്ലാഹ് ആ ക്ലാസ് എനിക്ക് വീണ്ടെടുത്താലും ഇതെനിക്ക് വളരെ സന്തോഷം തോന്നി. ഇതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് ഈ സഭാ പ്രവർത്തനം? ആരെങ്കിലും ഒന്ന് മറുപടി അറിയുകയാണെങ്കിൽ, ആരെങ്കിലും മൈക്കുണ്ടോ? എന്തിനാണ് ഈ സഭാ പ്രവർത്തനം? ദുനിയാവിൽ കാണോ ആഖിറത്തിൽ കാണോ? ഉറപ്പല്ലേ? ദുനിയാവിൽക്ക് വല്ലതുണ്ടോ? ഉറപ്പല്ലേ? അല്ലേ? തെറ്റാണ്. ദുനിയാവിൽ കൊണ്ട് ആഖിറത്തിൽ കൊണ്ട് നിങ്ങൾ ആ ധാരണങ്ങൾ തിരുത്തണം. ദുനിയാവിൽ കൊണ്ട് ആഖിറത്തിലുണ്ട്. ദുനിയാവിൽ എന്താ നേട്ടം? വെറുതെ ജോലി പോയി വെറുതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു എന്നല്ലാതെ. ഒരു യുക്തിവാദി നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു നിരീശ്വരവാദി ചോദിക്കുകയാണ്, ഓൾക്കിപ്പോൾ ആഖിറത്തൊന്നും വിശ്വാസം ഉണ്ടാവൂലോ? ഉണ്ടാവുമോ? എന്താ ദുനിയാവിൽ ഇതുകൊണ്ട് കിട്ടാനുള്ളത്? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എന്താ കിട്ടാണ്ടാകുക? ഒന്ന് ഉറക്കെ പറഞ്ഞാൽ, ഒരു മൈക്ക് കൊടുത്താൽ നമ്മളെ കൊണ്ട് നമ്മക്കല്ലോ ഓൽക്കുണ്ടാവുന്നല്ല, നമ്മക്ക് പാടുണ്ടാവോ? അല്ല, നമുക്ക് തന്നെ ദുനിയാവില് ധാരാളം ഉപകാരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആ ധാരണകളൊക്കെ തിരുത്തണം. മാത്രല്ല, ഈ സ്വീകർത്താവിന് പലപ്പോഴും ഇഷ്ടമല്ല സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ. ഇപ്പം നിങ്ങൾ പത്രത്തിൽ വായിച്ച്, സോഷ്യൽ മീഡിയ വായിച്ച് കാണണം. മുത്താർ പീഡിക, സഖാഫി, മജ്ജ മാറ്റിവെക്കൽ വായിച്ചില്ലേ? സോഷ്യൽ മീഡിയ അറിയില്ലായിരുന്നു. എത്ര രൂപ ചെലവ് വരും? 40 ലക്ഷം രൂപ ചെലവ് വരും. ആ 40 ലക്ഷം രൂപയും കിട്ടി. പക്ഷേ സഖാഫി തയ്യാറല്ല. സഖാഫി അങ്ങനെ ഒരാളെ കാശും സ്വീകരിച്ചിട്ടില്ല. സഖാഫിന് തയ്യാറായില്ല. ഇന്നലെ ഉണ്ടായ സംഭവമാണ്. സഖാഫി പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരാളെയും കാശ് വേണ്ട, ഞാൻ മരിക്കണം മരിച്ചോട്ടെ,
എനിക്കൊരാളെ പിരിവെടുത്തിട്ട് എനിക്ക് കാശ്. ഇന്നലെ രാത്രി ആ സഖാഫിയുമായി കുറേ നേരം സംസാരിച്ചിട്ടാണ് ആ സഖാഫിയെ മനസ്സ് പാകപ്പെടുത്തിയത്. സഖാഫി പറയും, എനിക്ക് വേണ്ടി പിരിവടത്തണ്ട, എനിക്കങ്ങനെയുള്ള കാശ് വേണ്ട, ഞാനത് ഇഷ്ടപ്പെടൂല, ഒരൊറ്റ മാന്യനും അത് ഇഷ്ടപ്പെടൂല. ഖുർആൻ പ്രത്യേകം പറയുന്നു, യഥാർത്ഥത്തിൽ നൽകേണ്ടവർ ഖുർആൻ പറയുന്നതല്ലേ, എത്രയെത്ര മാന്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ അങ്ങേയറ്റത്തെ പ്രയാസത്തിലായിരിക്കും, ദാരിദ്ര്യത്തിലായിരിക്കും, അങ്ങേയറ്റത്തെ രോഗത്തിലായിരിക്കും. പക്ഷെ ഒരാളുടെ സഹായം കിട്ടരുതേ എന്ന്. അപ്പൊ അവർക്ക് സന്തോഷമല്ല. നമ്മളിൽ ആഗ്രഹിക്കുന്നത് നമുക്കൊരാൾ വീടുണ്ടാക്കി തരാനാണോ, നമുക്ക് വീടുണ്ടാക്കാനാണോ ആഗ്രഹിക്കുന്നത്? എന്താ ആഗ്രഹിക്കുന്നത്? നമുക്കൊരാൾ വീടുണ്ടാക്കി തരാൻ ആഗ്രഹിക്കുന്നത് സ്വന്തമായിട്ട് എന്നല്ല. ഇസ്ലാമിന്റെ മസല, ഞാൻ ഓതെടുക്കാന് വെള്ളമില്ലാതെ വല്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഓതുണ്ടാക്കാനുള്ള വെള്ളം കാശ് ഞാൻ തരാം, വാങ്ങാനുള്ള വെള്ളം ഒരു ബോട്ടിലെ വെള്ളത്തിന് 15 ഉറുപ്പിയാണ്, ആ കാശ് തരാന്ന് പറഞ്ഞു. ആ കാശ് വാങ്ങി ഒതുണ്ടാക്കുകയാണോ വേണ്ടത്? അല്ല, തയമ്മജ് നിസ്കരിക്കുകയാണോ വേണ്ടത്? എന്താ വേണ്ടത്? തയമ്മജ് നിസ്കരിക്കാൻ വേണ്ടത്. ഒരാളെ മിന്നത്ത് ആശ്രയിക്കാൻ പാടില്ല. മഹാനായ അടുത്ത കാലത്ത് ജീവിച്ച വലിയ മുഹഖിഖ് കൈപ്പറ്റ ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ ഉസ്താദാണ് കൈപ്പറ്റ ഉസ്താദ്. കൈപ്പറ്റ ഉസ്താദ് ഒരാഴ്ച വലിയൊരു മുതലാളി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ ഹജ്ജിന് കൊണ്ടാകാൻ തീരുമാനിച്ചിരുന്നതാണ്, ഞങ്ങളെ ഹജ്ജിന് കൊണ്ടാകാൻ തീരുമാനിച്ചു. നമ്മൾ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ തക്ബീർ അല്ലി വലിയ സന്തോഷത്തിലാവും. കൈപ്പറ്റ ഉസ്താദ് പറഞ്ഞു, ഞാൻ പഠിച്ച കിതാബിലൊന്നും എരന്ന് ഹജ്ജിന് പോകണം ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് എൻ്റെ പൈസ വേണ്ട, എൻ്റെ പൈസ വേണ്ട. ശിഹാബുദ്ദീൻ അഹമ്മദ് ഖാലിയാത്തി റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടാകുമല്ലോ. മഹാൻ വീടുണ്ടാക്കുമ്പോ സൗദി ഭരണകൂടത്തെ സഹായിച്ചൊരു മുതലാളി ഉണ്ടായിരുന്നു, ചാലി ഇമ്പിച്ചി ഹാജി കത്തെഴുതി, നിങ്ങൾ വീടുണ്ടാക്കണെന്ന് അറിഞ്ഞി, എൻ്റെ വക എന്താ വേണ്ടതെന്ന് കത്തയച്ചൊരു ആനത്തലം കിട്ട അയച്ചേക്കണ്ടി, ആനത്തല. അപ്പോ വലിയ വലിയ ഉലമാഉം കിബാർ, ഞങ്ങളുടെ ഉസ്താദ് ശൈഖുൻ നുജൂം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മരിക്കുന്നവരോരാളുടെയും ഒരു ഹദിയ സ്വീകരിച്ചിട്ടുണ്ടാവില്ല. മഹാനാ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരെയും അവരെ മകൻ സയ്യിദ് ഫضل ഖാമ തങ്ങളുടെയൊക്കെ ഉസ്താദ് സുഖമില്ലാതെ കണ്ട ടൈമിൽ 1980 എത്ര കൊല്ലം മുമ്പ്? 40 കൊല്ലം മുമ്പ് താജുൽ ഉലമ വീട്ടിൽ വന്നിട്ട്, ഉസ്താദിന്റെ വീട്ടിൽ വന്ന് കുറെ നടക്കണം. അക്കാലത്ത് 2000 റുപ്യ ഉസ്താദിന്റെ ബെഡിന്റെ വീട്ടിൽ വെച്ചു. ഉസ്താദ് സ്വീകരിക്കൂല. ഇതാര് കണ്ടു? താജുൽ ഉലമ പോയതിന്റെ ശേഷം ഉസ്താദ് കണ്ടപ്പോ ഉസ്താദ് ആ കാശ് എടുത്തിട്ട് ജേട്ട സഹോദരൻ ശൈഖുനാ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരെ കയ്യിൽ കൊടുത്തു, തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ആർക്കൊണ്ടേ കൊടുത്ത്? താജുമ കൊണ്ടേ കൊടുത്ത്. അപ്പൊ മാന്യന്മാരാരും ഒരാളെ സഹായം സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. നമ്മളും അത് ഇഷ്ടപ്പെടരുത്. നമ്മളെപ്പോഴും ദ്വാരക്കേണ്ടത് ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ ദ്വാരക്കേണ്ടത്. ഇന്ന് പലപ്പോഴും വഷളാക്കുന്ന പരിപാടിയുണ്ട്. പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ. ഉദാഹരണമായിട്ട് ആ സഖാഫിക്ക് എത്ര വിഷമമുണ്ടായിട്ടുണ്ട്. സഖാഫി ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളോടും വിഷമവും പ്രയാസം പറഞ്ഞിട്ടില്ല. പക്ഷെ ആ സഖാഫിന്റെ ഫോട്ടോ വെച്ച്, ഭാര്യ മക്കളുടെ ഫോട്ടോ വെച്ച് പിരിവടത്തിയപ്പോൾ സഖാഫിക്കത് മനസ്സിട്ട് വല്ലാതെ പ്രയാസമായി. അപ്പോ ആ സഖാഫിക്കല്ല നേട്ടം. ആർക്കാ നേട്ടം?
ആർക്കാ നേട്ടം? നമുക്കാണ് നേട്ടം. ആ നേട്ടം ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചല്ല, ആറല്ല, ദുന്യാവിൽ. ആഖിറത്തിൽ നമുക്ക് വേറെ പറയാം. പറഞ്ഞ എഴുതി വെക്കുവോ? ഫോണിൽ എനിക്ക് എഴുതി വെക്കുവോ? ഞാൻ അത് വെറും ക്ലാസ് ആവരുത്. നിങ്ങളിത് ചെന്നിട്ട് യൂണിറ്റിൽ ക്ലാസ് എടുക്കണം, സെക്ടറിൽ ക്ലാസ് എടുക്കണം, സോണിൽ ക്ലാസ് എടുക്കണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞാൻ എൻ്റെ വക പറയല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചതാണ്. എന്താ ചില്ലറ നേട്ടങ്ങളാണോ? അല്ല, മറിച്ച് എനിക്കും നിങ്ങൾക്കും നിർബന്ധമായതും കാശ് കൊടുത്താൽ ഒരു മാർക്കറ്റിൽ നിന്ന് ലഭിക്കാത്തതുമായ ഏറ്റവും വലിയ 6 നേട്ടങ്ങൾ. എത്രേ? 6 നേട്ടങ്ങൾ ഇപ്പം ഞാൻ പറയണേ. എവിടുന്ന് കിട്ടേണ്ടത്? ദുന്യാവിൽ നിന്ന് കിട്ടണം. പറയണോ? മറക്കാൻ പാടില്ല. ഒന്നാമത്തത്, ഇന്നലിൽ ഹസനത്തി നൂറൻ ഫിൽ ഖൽബി വളിയാഅൻ ഫിൽ വജ്ഹി വസ്ഹിഹതൻ ഫിൽ ജിസ്മി വബറകതൻ ഫിൽ റിസ്ഖി വമഹബ്ബതൻ ഫി ഖുലൂബിൽ ഖൽഖി അൽ മുഹ്സിനു ഹയ്യും വലൗ കാന ഫീ ദാരിൽ അംവാത്. 6 കാര്യങ്ങൾ ചില്ലറയാ. ഇന്നലിൽ ഹസനത്തി നൂറൻ ഫിൽ ഖൽബി. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ദ്വാരക്കണല്ലേ? അല്ലാഹുമ്മ ർസുഖ്നാ ആഫിയതൻ താമ്മ അല്ലേ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. ഒരു മനുഷ്യൻ എപ്പോഴും ദ്വാരക്കേണ്ടതാണ് എന്ത്? ആഫിയത്ത്. എന്താ ആഫിയത്ത്? ആരോഗ്യം. എന്താ ആരോഗ്യം? ഒരാൾ പറഞ്ഞു എനിക്കത് പറഞ്ഞാൽ നമ്മൾ മനസ്സാക്കുക. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സമാധാനം മാത്രം ഉണ്ടായ ആരോഗ്യമാവോ? അസുഖങ്ങളൊന്നും ഇല്ലാക്കുന്നല്ലേ? എല്ലാം വെച്ചിട്ട് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒന്നും ഇല്ലാതിരിക്കാന്നല്ലേ? അല്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഞാൻ പറഞ്ഞാലതൊന്നും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യത്തിന് ഹെൽത്ത് നൽകുന്ന ഡെഫിനിഷൻ ആൻഡ് മിയർലി ആബ്സെൻസ് ഓഫ് ഡിസീസ്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗങ്ങളില്ലാതിരിക്കലല്ല. അത് 1/4 മാത്രമേ ആകുള്ളൂ, 4/1 മാത്രം. പിന്നെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ആബ്സെൻസ് ഓഫ് ഡിസീസ്. 4 ഘടകങ്ങൾ: ഫിസിക്കൽ വെൽബീയിങ്, മെന്റൽ വെൽബീയിങ്, സോഷ്യൽ വെൽബീയിങ്, സ്പിരിച്വൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ആബ്സെൻസ് ഓഫ് ഡിസീസ്. അതായത് ഒന്ന് നിങ്ങൾ പറഞ്ഞത് ഏത്? ശാരീരിക ആരോഗ്യം. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അലർജി, ഗ്യാസ്, ക്യാൻസർ, കിഡ്നി പ്രോബ്ലം, ഹാർട്ട് പ്രോബ്ലം ഒന്നും ഇല്ലാതിരിക്കുക. അത് എന്ത് മാത്രമാണ്? ആരോഗ്യത്തിന്റെ 4 ഘടകങ്ങളിൽ ഒരാരോഗ്യം മാത്രമാണ്. രണ്ടാമത്തേത് ഏതാണ്? മെന്റൽ വെൽബീയിങ്. അത് നിങ്ങൾ പറഞ്ഞത് സഖാവിന്റെ പേരെന്താണ്? അബ്ദുൽ ലത്തീഫ് സാദി. ലത്തീഫ് സാദി മരിച്ച മാസമാണ്. അവരെ ഖബർ സ്വർഗ്ഗമായി കൊടുക്കണേ അല്ലാഹ്. ഈ ലത്തീഫ് സാദിക്ക് നല്ല ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അപ്പോൾ മെന്റൽ വെൽബീയിങ്, മാനസികാരോഗ്യം. ഏത്? മാനസികാരോഗ്യമാണോ വലുത്, ശാരീരികാരോഗ്യമാണോ വലുത്? എന്താ കാരണം? ഹെൽത്തി ബോഡി ഇൻ ഹെൽത്തി മൈൻഡ്. ഹെൽത്തി ബോഡി ഇൻ ഹെൽത്തി. അപ്പൊ 4 ആരോഗ്യം വേണം. ഏതൊക്കെ? ഒന്ന് ഏത്? ശാരീരികാരോഗ്യം. ഏത്? 2. അപ്പൊ ഫിസിക്കൽ വെൽബീയിങ് 2, മെന്റൽ വെൽബീയിങ് 3, സോഷ്യൽ വെൽബീയിങ് 4, സ്പിരിച്വൽ വെൽബീയിങ്. ഈ 4 ആരോഗ്യവും കൂടി കൂടുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണ ഹെൽത്തി മാൻ ആകുന്നത്.
4 ആരോഗ്യങ്ങൾ കൂടുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണ ഹെൽത്തി മാൻ ആവുന്നത്. ലോകത്ത് ഒരു മണിക്കൂറിൽ ഒരാത്മഹത്യയെങ്കിലും നടക്കുന്നുണ്ട് നാക്കാൻ. ലോകത്തിന്റെ കണക്കൊക്കെ അറിയും. ലോകത്തെന്ത് ഒരു മണിക്കൂറിൽ ഒരാത്മഹത്യയെങ്കിലും എന്താകുന്നുണ്ട്, നടക്കുന്നുണ്ട് എന്നാണ്. എന്താ കാരണം? മാനസിക അസ്വസ്ഥത. എന്താണ്? ആരൊക്കെ ഈ ആത്മഹത്യ ചെയ്യുന്നത്? കർഷകർ മാത്രമാണോ? കടക്കണിക്കാർ മാത്രമാണോ? എത്ര നോബൽ പ്രൈസ് ജേതാക്കൾ, ഹൈലി ക്വാളിഫൈഡും ഹൈലി എഡ്യൂക്കേറ്റഡായ എത്ര ആളുകൾ, എത്ര ബില്ലീനിയർ, എത്ര മില്ലീനിയർ, എത്ര ട്രില്ലീനിയർ, എത്ര ജില്ലീനിയർ ലോകത്ത് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം ഏതാ? ഉയർന്ന വിദ്യാഭ്യാസം ഏതാണ്? IAS. സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. എന്തിലാണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. മദ്രാസ് IIT, അഹമ്മദാബാദ് IIM, ഡൽഹി എയിംസ് പോലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും സെൻട്രൽ യൂണിവേഴ്സിറ്റിയും തമ്മിൽ വലിയ ഡിഫറൻറ്റ് ഉണ്ട്. കർണാടക യൂണിവേഴ്സിറ്റിയും നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ കുട്ടികൾ പഠിക്കേണ്ട എവിടെയാണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. സെൻട്രൽ മിനിസ്റ്ററും കർണാടക സ്റ്റേറ്റ് മിനിസ്റ്റർ തമ്മിൽ വ്യത്യാസമുണ്ടോ? കർണാടകന്റെ മുഖ്യമന്ത്രി എത്ര മുഖ്യമന്ത്രിയാ? കർണാടകയിൽ എത്ര? 6 കോടി ജനങ്ങളല്ലേ? 6 കോടി ജനങ്ങൾ മുഖ്യമന്ത്രിയാണ്. ആര്? ഇന്ത്യയിൽ എത്ര ജനങ്ങളുണ്ട്? 144 കോടി ജനങ്ങൾ. 138 കോടി ജനങ്ങൾക്കും കർണാടകന്റെ മുഖ്യമന്ത്രി എന്തല്ല? മുഖ്യമന്ത്രി അല്ല. കേരളത്തിൽ മുഖ്യമന്ത്രിയോ 3 കോടി ജനങ്ങളെ മുഖ്യമന്ത്രിയാ. 141 കോടി ജനങ്ങൾക്കും ആര് മുഖ്യമന്ത്രിയല്ല? ആരല്ല? കേരള മുഖ്യമന്ത്രിയല്ല. അതേ സ്ഥാനത്ത് സെൻട്രൽ ഗവൺമെന്റ് പ്രൈം മിനിസ്റ്റർ എന്താ? 144 കോടി ജനങ്ങളുടെ പ്രൈം മിനിസ്റ്ററാണ്. അപ്പൊ പഠിക്കുമ്പോഴും നമ്മൾ എപ്പോഴും പഠിക്കേണ്ട എന്താണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് പഠിക്കേണ്ടത്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ ഗവൺമെന്റ് ജോലിയും സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലി നോക്കുമ്പോൾ ഏതാ എടുക്കേണ്ടത്? ഇപ്പൊ ഇവിടെ വന്ന ടീമാരാന്നറിങ്ങൾക്ക് STRF ഉണ്ട്. STRF ഉണ്ട്. STRF എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. കർണാടക ഗവൺമെന്റിനുണ്ട്. ഇവിടെ വന്ന ആരാണ്? NDRF. അത് NDRF എന്ന് പറഞ്ഞാല് SDRF-നേക്കാളും എത്രയോ വലിയ ക്ലാസ് ആണ് ആരെടുത്തത്. നിങ്ങളെ മനസ്സിലാക്കിയാണ്. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ് അല്ല. ഈ ക്ലാസ് എന്ന് പറഞ്ഞാല് വലിയ, ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ അല്ലെങ്കിൽ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ക്ലാസ് ആണ് ആർക്ക് കിട്ടിയത്? നിങ്ങൾക്ക്. ഈ നേതൃത്വം എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവിടെ വരുന്നത് വരെ എനിക്ക് വിഷമാണ് സത്യം പറഞ്ഞാൽ. ഇന്നത്തെ ക്ലാസ് മുടങ്ങിയല്ലോ. ഞാൻ മദ്രാസ് മെയിലിന് വന്നാൽ ആരെന്നെ വിളിച്ച സാധ്യത? തങ്ങളുടെ സാധ്യതയില്ലേനോ? ആരെന്നെ വിളിച്ചത്? ഞാൻ ചോദിച്ചില്ലേനോ? ഞാൻ സബ്ക്ക് കഴിഞ്ഞിട്ട് വന്നാൽ പോരെ? പലപ്പോഴും ചോദിച്ചതാണ്. കാരണം ഞാൻ കൊല്ലം ഈ ഒറ്റ സബ്ക്ക് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ ഇത് വന്ന് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ കളാ വിട്ടു. ഞാൻ ആ സബ്ക്ക് ഒഴിവാക്കൂല. ഞാൻ വെള്ളിയാഴ്ച രാവിലെയും വ്യാഴാഴ്ച രാത്രി എടുത്തിട്ട് സബ്ക്ക് എന്താക്കാൻ തീരുമാനിച്ചിരുന്നു? അള്ളാഹ് വിട്ടാൻ വേണ്ടി എൻ്റെ തീരുമാനമാണ് ഒരൊറ്റ സബ്ക്ക് ഒഴിവാക്കരുത്. പക്ഷേ എനിക്ക് വന്ന് കണ്ടപ്പോൾ അൽഹംദുലില്ലാ. മാത്രല്ല, ഞാൻ കേരളത്തിലെത്തിയ അവിടുത്തെ SYSോട് പറയും, ലീഡേഴ്സിനോട് പറയും, ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴാഴ്ച ശനിയാഴ്ച കേരള മുസ്ലിം ജമാഅത്ത് നാഷണൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, അതിൽ പറയും. അതുപോലെ തന്നെ വൈകിട്ട് കേരള SYSന്റെ SYS പ്ലാറ്റിനം ഇയർ സ്വാഗത സംഘ ഓഫീസ് ഉദ്ഘാടനം ഞാൻ പറയും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും സ്റ്റേറ്റിൻ്റെതും ഏതിൻ്റെ തമ്മിൽ നാഷണൽ തമ്മിൽ വിദ്യാഭ്യാസമാണെങ്കിലും
തൊഴിലാണെങ്കിലും പ്രോഗ്രാം ആണെങ്കിലും ഒക്കെ വ്യത്യാസമുണ്ട്. എന്താ സ്റ്റേറ്റ് വിദ്യാഭ്യാസം ഇത് തമ്മിൽ വ്യത്യാസം അറിയും. ഇന്ത്യൻ ഗവൺമെന്റ് വിദ്യാഭ്യാസത്തിൽ ചെലവാക്കുന്നതിൻ്റെ 3.5% മാത്രമേ ഏതിനാകുന്നുള്ളൂ, ഇതിന് സ്റ്റേറ്റ് വിദ്യ. എന്നാൽ 97% ചെലവാക്കുന്നതിനാണ് ഏതിനാണ്? സ്റ്റേറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പഠിക്കുമ്പോഴേക്ക് അവിടെ ജോയിൻ ചെയ്ത് മികവ് തെളിയിക്കുന്ന കുട്ടികളെ വലിയ വലിയ മൾട്ടി കോർപ്പറേറ്റ് കമ്പനികൾ അവരെ കംപ്ലീറ്റ് ചെലവുകൾ എടുത്ത് അവരെ വലിയ വലിയ ലക്ഷങ്ങൾ ശമ്പളത്തിന് കൊണ്ടുപോകും. ഇതിന്റെ എത്ര കുട്ടികളല്ലാന്റെ തൗഫീഖോടുകൂടെ 20 ലക്ഷം 30 ലക്ഷം 40 ലക്ഷം ഒക്കെ ശമ്പളത്തിന് എന്തായിട്ടുണ്ട്? ആര് കൊണ്ടുപോകും? മൾട്ടി കോർപ്പറേറ്റ് കമ്പനികൾ ഒരൊറ്റ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരൂല. നിങ്ങൾ കുറെ ഒറ്റ സ്റ്റേറ്റ് വരലൊക്കെ എവിടേക്കായിരിക്കും? സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരിക്കും. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് എല്ലാം നല്ല നല്ല ചിന്ത ഉണ്ടായിരിക്കണം. എന്നാ ഞാനൊന്ന് പറയട്ടെ, കഴിഞ്ഞ വർഷം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം സീറ്റ് കിട്ടിയ ഒരൊറ്റ ശതമാനത്തിലാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിൽ സീറ്റ് കിട്ടിയ എത്ര ഒരൊറ്റ. കർണാടകയിൽ എത്ര നിങ്ങൾക്കറിയാം? കർണാടകയിൽ എത്ര എന്നുള്ളത് 1% തന്നെ ഉണ്ടാവുള്ളൂ. സീറ്റ് കിട്ടാൻ വളരെ പ്രയാസമാണ്. എന്നാ അങ്ങനെയുള്ള 128 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. 128. ആരവരൊക്കെ? ഇന്ത്യന്റെ പ്രധാനമന്ത്രിമാരാകേണ്ടവരാണ്, ഇന്ത്യന്റെ ക്യാബിനറ്റ് അംഗങ്ങൾ, ആഭ്യന്തരമന്ത്രി ആവേണ്ടവരാണ്, ഹോം മിനിസ്റ്റർ ആവേണ്ടവരാണ്, ഫോറിൻ മിനിസ്റ്റർ ആവേണ്ടവരാണ്. നിങ്ങൾ കർണാടകയിലെ MLA ചോദിച്ചു എത്ര ആൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചല്ലോ? കേരളത്തിലെ MLA കൂടെ 2-3 ആൾക്കാർ എന്തുള്ളൂ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചവരുണ്ടാവുള്ളൂ. അപ്പൊ അത്രമാത്രം ബ്രില്യന്റും അത്രമാത്രം ഹൈലി ക്വാളിഫൈഡും അത്രമാത്രം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന എന്താ? ശാരീരിക അസുഖം കൊണ്ടാ? അവർക്കതില്ല ശാരീരിക അസുഖമാണോ? പ്രോബ്ലം ഏതാണ്? മെന്റലി വെൽബീങ്. അതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 4 വെൽബീങ് വേണം. ഒന്ന് ഏത്? ഫിസിക്കൽ വെൽബീങ്, മറ്റ് മെന്റൽ വെൽബീങ്, മറ്റൊന്ന് സോഷ്യൽ വെൽബീങ്, മറ്റൊന്ന് സ്പിരിച്വൽ വെൽബീങ്. സ്പിരിച്വൽ വെൽബീങ് എന്താന്ന് പറയാൻ പറ്റുമോ? എന്തിനാ ആത്മീയോ? ഇപ്പൊ ഇവിടെ ആരെ ക്ലാസ്സാണ് കേട്ടത്? STRFന്റെ ക്ലാസ് അല്ലേ? STRFന്റെ കേട്ടത്, NDRFന്റെ നാഷണൽ. എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ നിന്ന് ഒരർജുൻ കർണാടകയിൽ 10 മീറ്റർ നീളും 3 മീറ്റർ ഹൈറ്റുള്ള ലോറി പോയിട്ട് SDRFും NDRFും പിന്നെ ആർമിയും എല്ലാം വന്നിട്ട് 10 ദിവസം അങ്ങനെ വല്ല വിവരം കിട്ടിയോ? നമ്മളൊന്ന് പറയും, കേരളത്തിൽ നമ്മുടെ നാട്ടുകാരനാ അർജുൻ, കോഴിക്കോട്ടുകാരനാ. ഈ അർജുനെ മാത്രമല്ല കിട്ടിയില്ല എന്നല്ല, ഏതും കൂടി കിട്ടിയില്ല. ലോറി എന്ന് പറഞ്ഞാൽ സൂര്യന്റെ വലുപ്പത്തിന്റെ എത്ര വലുപ്പുണ്ട്? 10 മീറ്റർ നീളമുണ്ട്, 3 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ആ 10 മീറ്റർ നീളവും 3 മീറ്റർ നീളമുള്ള ഇപ്പോഴും ഇവിടെ എന്ത് കർണാടകയിൽ എന്തായി നടന്നുകൊണ്ടിരിക്കല്ലേ? അവിടെയാണ് ഒരു മെന്റൽ അല്ല സ്പിരിച്വൽ വെൽബീങ്ങും കൂടി, നമുക്കൊരു ആത്മീയ ആരോഗ്യം കൂടി ഉണ്ടെങ്കിൽ അതാണ് മഹാനായ സുൽത്താൻ കാന്തപുര ഉസ്താദിനെ കണ്ട് രക്ഷപ്പെടുത്തിയത്. സുൽത്താൻ കാന്തപുര ഉസ്താദൊക്കെ രക്ഷപ്പെടുന്ന നിങ്ങൾ ആരും വിചാരിച്ചിരുന്നു? സുൽത്താൻ കാന്തപുര ഉസ്താദ് അസുഖം ബാധിക്കുമ്പോൾ ഞാൻ ദുബായിലാണ്. വാർത്ത കേട്ടപ്പോൾ ഞാൻ ഉടനെ ഹക്കീം അസ്ഹരി ഉസ്താദിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ചോദിച്ചു? സീരിയസ് ആണോ ചോദിച്ചു. സീരിയസ് അല്ല എന്ന് പറയാൻ പറ്റൂല എന്നറിഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ എന്റെ എല്ലാ പ്രോഗ്രാമും ക്യാൻസൽ ചെയ്തിട്ട് നേരെ വന്നു നോക്കുമ്പോ കേരളത്തിൽ നിന്ന് ഫോണുകളോട് ഫോണാ. എല്ലാ പത്രങ്ങളും, ഏത് പത്രങ്ങൾ? മുഖ്യധാര പത്രങ്ങൾ, ചാനലുകൾ. എന്തു കൊടുക്കാൻ?
എന്ത് കൊടുക്കാൻ? എന്ത് റിപ്പോർട്ട്? ചരമ റിപ്പോർട്ട് കൊടുക്കാൻ, അനുസ്മരണ റിപ്പോർട്ട്, ഉസ്താദിന്റെ ചരിത്ര ഹിസ്റ്ററി, ബയോഗ്രഫി എന്തായി കൊടുക്കാൻ? നിങ്ങളല്ല ഉസ്താദിന്റെ ഏറ്റവും വലിയ കണക്ഷൻ. അപ്പം നിങ്ങൾ സ്വകാര്യമായിട്ടുള്ള ആരോട് പറഞ്ഞു തരണം? ആരോട് പറഞ്ഞു തരണം? സ്പെഷ്യൽ ബ്രാഞ്ച് എല്ലാ അറേഞ്ച്മെന്റും ചെയ്തു. വല്ലതും സംഭവിച്ചാൽ ട്രാഫിക് കൺട്രോളും മറ്റെങ്ങനെ തുടങ്ങി എല്ലാം ആര് ചെയ്തു? നിങ്ങൾ ഓർക്കുന്നോന്ന് അറിയില്ല. പിറ്റത്തെ റബീഉൽ ആഖിറിൽ നല്ലൊരു പ്രോഗ്രാമിൽ വെച്ചിട്ട് മനസ്സ് വല്ലാതെ വിഷമം. അപ്പോഴേക്ക് കളിയാക്കാൻ തുടങ്ങിയല്ലോ. എന്തേ CM വലിയുള്ളാനെ വിളിച്ചിട്ട് എന്തേ ഉണ്ടായത്? കുത്തുബിയത്ത് ഓതിട്ട് എന്തേ ഉണ്ടായത്? യാസീൻ ഓതിട്ട് എന്തേ ഉണ്ടായത്? മൗലൂദ് ഓതിട്ട് എന്തേ ഉണ്ടായത്? അപ്പോഴേക്ക് എല്ലാവരും ഉറപ്പിച്ച് എന്തായി? ഞാൻ അന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഇതിനൊക്കെ ആര് മറുപടി പറയും? നിങ്ങൾ കേട്ടില്ല? ആ വോയിസ് കേട്ടിരുന്നോ? നല്ലളത്ത് വെച്ചിട്ട് പറഞ്ഞു എന്ത്? ഇതിനാര് മറുപടി പറയും? ഇൻഷാ അല്ലാഹ് സുൽത്താൻ കാന്തപുരം ഉസ്താദ് നേരിട്ട് മറുപടി പറയും ഇൻഷാ അല്ലാഹ്. അതിൽ കുറെ ആൾക്കാരെന്നെ ഉപദേശിച്ച തങ്ങൾ അങ്ങനെ പറയാൻ, നിങ്ങൾ വഹാബ് സഖാഫിനെ മാതിരി പറയരുത്, മറ്റോലെ മാതിരി പറയരുത്, നിങ്ങൾ ചെറുപ്പക്കാർ, നിങ്ങൾ വലിയ നേതാവല്ലേ. അപ്പോൾ പറഞ്ഞോലും ധാരണ എന്താ? ഇത് ആര് രക്ഷപ്പെടൂല എന്നാണ്. ഉസ്താദ് രക്ഷപ്പെടൂല എന്നല്ലാരും ധാരണ. പക്ഷേ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് സുന്നത്ത് ജമാഅത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ഘടകങ്ങൾ? 4 ഘടകങ്ങൾ. ഒന്ന് ഫിസിക്കൽ വെൽബീങ്, മറ്റൊന്ന് മെന്റൽ വെൽബീങ്, മറ്റൊന്ന് സോഷ്യൽ വെൽബീങ്, മറ്റൊന്ന് സ്പിരിച്വൽ വെൽബീങ്. ഈ 4 കൂടി കൂടുമ്പോഴാണ് മനുഷ്യൻ എന്താകണത്? ഇന്ന് ഫിസിക്കൽ വെൽബീങ്ങിന് ധാരാളം ട്രീറ്റ്മെന്റ് ഉണ്ട്, മരുന്നുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഇല്ലാതെ പോയത് എന്തിനാണ്? അതിന് ചികിത്സ ഇല്ലേ? അതിനാണ് സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും. ആരൊക്കെ? സൈക്കാട്രിസ്റ്റും. മാതിൽ 30 സൈക്കാട്രിസ്റ്റുകളുണ്ട്. എത്ര? മെന്റൽ വെൽബീങ്, മാനസികാരോഗ്യം കൊടുക്കാൻ അവിടെ ഏറ്റവും തിരക്കിപ്പോ നെയിലാണ്, മിംഹാറിലാണ്. എന്താണ്? മെന്റൽ ഹെൽത്ത് റിഹാബിലിറ്റേഷൻ സെന്റർ. അതാണ് എന്ത് പറഞ്ഞാല് മെന്റൽ. 30ഓളം എത്ര വലിയ വലിയ പ്രഗത്ഭരായ ഡോക്ടർമാരാണ് അവിടെ വരുന്നത്. എന്നാൽ എത്ര സൈക്കാട്രിസ്റ്റ് ആത്മഹത്യ ചെയ്യുന്നത് നിങ്ങൾക്ക്? എന്ത് കൊടുക്കേണ്ട? മാനസികാരോഗ്യം കൊടുക്കേണ്ട. എത്ര പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അറിയൂ? എത്ര മിലിറ്ററി ആത്മഹത്യ ചെയ്യുന്നുണ്ട് അറിയൂ? കേരളത്തിൽ കഴിഞ്ഞ മാസം 6 പോലീസുകാർ ആത്മഹത്യ. എത്ര? ഇതൊക്കെ കൊടുക്കേണ്ടവർ, ഇതിനൊക്കെ തീരുമാനം എടുക്കേണ്ടവരാണ് ഏതുള്ളത്. എന്നാ മെന്റൽ വെൽബീങ് കിട്ടാൻ ഏറ്റവും നല്ല മാർഗം അതാണ്. ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങൾ ഈ ഗവൺമെന്റ് മുമ്പ്, സെൻട്രൽ ഗവൺമെന്റ്, ഈ ഗവൺമെന്റ്, മോഡി ഗവൺമെന്റ് മുമ്പ് ഭരിച്ചത് ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നല്ലോ പ്രധാനമന്ത്രി, അല്ലേ? പാർട്ടി ഏതാ? കോൺഗ്രസ് ആയിരുന്നില്ലേ? ആ കോൺഗ്രസിലെ AICC സെക്രട്ടറി, ജനറൽ സെക്രട്ടറി MI ഷാനവാസ്. കേട്ടുകണോ? MI ഷാനവാസിന്റെ കഥ നിങ്ങൾ അറിഞ്ഞിരുന്നു? എല്ലാ ചാനലുകളും കൊടുത്തിരുന്നല്ലോ. MI ഷാനവാസ് എല്ലാ കൊല്ലം നോമ്പ് വെൽക്കലുണ്ട്. നോമ്പ് പറ്റ സാധാരണ ഒരു 3-4 കിലോ വെയിറ്റ് കുറയാറുണ്ട്. ആ വർഷം MI ഷാനവാസ് നോമ്പ് പറ്റപ്പോൾ 10 കിലോ വെയിറ്റ് കുറഞ്ഞു. പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞാൽ എന്താണ്? ക്യാൻസർ ഇങ്ങാതി രോഗം ഉണ്ടാകുമ്പോഴാണ് എന്തായാലും പെട്ടെന്ന്. അങ്ങനെ അദ്ദേഹം എറണാകുളം ലേക്ക് ഷോർ, കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഒന്നാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. അവിടെ പോയി. അങ്ങനെ ഓപ്പറേഷൻ നൽകുന്ന ആരാണ്? പ്രൈം മിനിസ്റ്ററും AK ആന്റണി പ്രതിരോധ മന്ത്രി, ഇങ്ങനെ തുടങ്ങിയവരൊക്കെ നിർദ്ദേശം അനുസരിച്ച് വേൾഡ് ഫേമസ് ആയ ഡോക്ടർമാരാണ് എന്ത് നടത്തുന്നത്? ഫ്രാൻസിലെയും ജർമ്മനിലെയും ഇംഗ്ലണ്ടിലെയും അങ്ങനെ ലോക പ്രശസ്തരായ ഡോക്ടർ 8 മണിക്കൂർ നീണ്ടുക്കുന്ന ശസ്ത്രക്രിയയാണ്. ഓപ്പറേഷൻ നടത്തി ഡോക്ടർമാരൊക്കെ ഒരു യാതി മുഖം ഭാവൊക്കെ മാറി, എല്ലാം മാറി. അപ്പോ MI ഷാനവാസ് പറഞ്ഞു, ഞാൻ അങ്ങനെ പേടിക്കുന്ന ആളൊന്നുമല്ല, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ എല്ലാറ്റിലും വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ രോഗം എന്താണെന്ന് നിങ്ങൾ പറയണം. എൻ്റെ രോഗം എന്താണെന്ന് നിങ്ങൾ
അപ്പം ഡോക്ടർമാരുള്ളത് പറഞ്ഞു, ലിവർ ക്യാൻസറാന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? ലിവർ ക്യാൻസറാന്ന് പറഞ്ഞു. ലിവർ ക്യാൻസറാന്ന് പറഞ്ഞ് ഉടനെ അദ്ദേഹം നെറ്റ് സെർച്ച് ചെയ്തു. ക്യാൻസർ 200 ഐറ്റംസ് ക്യാൻസർ ഉണ്ട്. അതിലേറ്റവും ഗുരുതരമായ ക്യാൻസർ അദ്ദേഹത്തിൻ്റെ ക്യാൻസർ. ലിവർ ക്യാൻസർ ഉണ്ടായ ആ ക്യാൻസർ ഉണ്ടായ എത്ര ദിവസം ജീവിക്കുന്നു? അപ്പോൾ 60 ദിവസമേ ജീവിക്കുള്ളൂ. എത്ര? 60 ദിവസേ. അതിലങ്ങ് ഓരോ വേൾഡ് ഫേമസ് ആയ, കാരണം പ്രധാനമന്ത്രിയല്ലേ, ഡിഫൻസ് മിനിസ്റ്റർ അല്ലേ, അവരല്ലേ ട്രീറ്റ്മെന്റിന് എന്താകണത്, അത്രമാത്രം ആ പാർട്ടി ജനറൽ സെക്രട്ടറി അല്ലേ, എല്ലാവരും ഇതാക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് അദ്ദേഹം മെലിഞ്ഞ് ഒട്ടി ആ ഫോട്ടോ ഒക്കെ പത്രം ഉണ്ടായിരുന്നു. മരിക്കാനായ മരണാസനായി. പക്ഷെ അത് ആദ്യം രോഗം അറിഞ്ഞില്ലായിരുന്നു. കേരളത്തിന്റെ മിനിസ്റ്ററായിരുന്ന ചീഫ് മിനിസ്റ്ററായിരുന്ന കെ കരുണാകരൻ ആ ടൈമിൽ മരിച്ചു. ഇയാൾ വന്നില്ല. ഇയാൾക്ക് വരാൻ പറ്റുന്ന അവസ്ഥ. അതോടെ രോഗം എന്തായി? പുറത്ത് ഫ്ലാഷായി. പുറത്ത് ഫ്ലാഷായപ്പോൾ പിന്നെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിന് വൈപ്പോളിന് സ്ഥാന കാൻഡിഡേറ്റ് ഒക്കെ നിശ്ചയിക്കാൻ, കാരണം ഇത് ലിവർ ക്യാൻസർ അല്ലേ. അങ്ങനെ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററായി മരിച്ച, കഴിഞ്ഞെല്ലാം മരിച്ച ഉമ്മൻചാണ്ടി വന്നിട്ട് ഇങ്ങനെ ലാസ്റ്റ് മരിക്കാൻ നേരത്തുണ്ടല്ലോ, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഡോക്ടർ ശൈലജ മരണാസനം ഇപ്പം മരിക്കും എന്നുള്ള ഇടത്താണ്. അപ്പോൾ ആ ഡോക്ടർ ശൈലജ വന്നിട്ട് ആ സ്ലൈഡ് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കുകയാണത്. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ റിസൾട്ട് കിട്ടിയ ഒരു ലിവർ ക്യാൻസറും ഇല്ല. എന്തില്ല? അപ്പൊ അദ്ദേഹം മരണാസനാകാൻ കാരണം എന്താ കാരണം? എന്താണ്? ശാരീരിക അസ്വസ്ഥതയാണോ? ആണോ? അതിന്റെ ശേഷം അദ്ദേഹം ശരീരം നന്നായി പൂർണ്ണ ആരോഗ്യവാനായി വീണ്ടും വയനാട്ടിൽ മത്സരിച്ചു. പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്തായത്? അപ്പൊ എന്താ കാരണം? എന്താണ്? മെന്റൽ വെൽബീങ്. മാനസികമായി തകർന്നുപോയി. അപ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് എന്താണ്? മെന്റൽ വെൽബീങ്. എന്നാ മുത്തുനബി പഠിപ്പിക്കുന്നത് ഇന്നലിൽ ഹസനത്തി നൂറം ഫിൽ ഖൽബി. ഇന്നലിൽ ഹസനത്തി. ഈ സാന്ത്വന പ്രവർത്തനങ്ങളെ കൊണ്ട്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ കൊണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ആദ്യം നമുക്ക് കിട്ടുന്നത് നൂറം ഫിൽ ഖൽബി. മെന്റലിന്, മൈൻഡിന്, മനസ്സിന് എന്തെന്നില്ലാത്ത വിശാലത, എന്തെന്നില്ലാത്ത സൗകുമാര്യത, എന്തെന്നില്ലാത്തൊരാത്മീയ അത് കണ്ടിട്ട് എന്തൊരു സന്തോഷം. അപ്പൊ മെന്റൽ വെൽബീങ് എവിടെ കാശ് കൊടുത്താലും കിട്ടൂല. ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളതുമാണ്. അത് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടാണ് ഏതുള്ളത്? ഏത് സ്വാതന്ത്ര്യം? എങ്ങനെ പോവും? നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ പാരയ്ക്ക് ഒരാൾക്ക് സുഖമില്ലാതായി. അയാൾ എന്താക്കി? നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഹാർട്ടിന്റെ വേദന വന്നു. അല്ലാഹു തആല ആർക്കും വരാതിരിക്കട്ടെ. ഇപ്പോൾ കൂറത്തങ്ങൾ വഫാത്തായത് പെട്ടെന്നല്ലേ, വളവട്ടം ജലാദിനങ്ങൾ വഫാത്തായത് പെട്ടെന്നല്ലേ. പെട്ടെന്ന് എന്തായി? ആംബുലൻസ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ ട്രീറ്റ്മെന്റ് പെട്ടെന്ന് കിട്ടി. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ആർക്കാ സന്തോഷം ഉണ്ടാകുക? നമുക്ക് കാണുമ്പോഴൊക്കെ എന്തുണ്ടാകും? ഉണ്ടാവൂലേ? മനസ്സിൽ ഇപ്പോ ഞാൻ ഇങ്ങോട്ട് കയറാൻ വിഷമിക്കാക്കുകയാണ്. അങ്ങനെ നിങ്ങൾ എന്നെ കൈപിടിച്ച് കയറ്റി. അപ്പൊ ഞാനൊരു ചിരിക്കുമ്പോ നിങ്ങളെ മനസ്സ് ചിരിക്കോ? ഒരു പരമസാധുവിന് നിങ്ങള് പെരണ്ടാക്കി കൊടുത്ത് അയാൾ സുഭിക്ഷായി ആ പെര കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ സമാധാനം ഉണ്ടാവുമോ? എന്താ ഇപ്പൊ എ പി ഉസ്താദിന്റെ പവറൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയത്? എ പി ഉസ്താദിന്റെ പവറിനൊക്കെ കാരണം എന്താന്ന് ഞാൻ കണ്ണൂർ സാന്ത്വന ഉദ്ഘാടനത്തിന് പറഞ്ഞിനി. മലപ്പുറം സാന്ത്വന സദന ഉദ്ഘാടനത്തിന് മഹാനായ സുൽത്താൻ കാന്തപുരം ഉസ്താദ് വരുമ്പോ, ഇറങ്ങി പോകുമ്പോ ഒരു മുൻമന്ത്രി സ്റ്റേജിലേക്ക് കയറി വന്നു. മുൻമന്ത്രി എന്നോട് ചോദിച്ചു, പുള്ളിക്ക് എത്ര വയസ്സായിട്ടുണ്ടാന്ന് വെച്ചു. പുള്ളിക്ക് എത്ര വയസ്സ് ആയിട്ടുണ്ടാന്ന് വെച്ച്. ഞാൻ തിരിച്ചു, നിങ്ങളുടെ അഭിപ്രായത്തിൽ പുള്ളിക്ക് എത്ര ആയിട്ടുണ്ടാവുന്ന വെച്ചു. അപ്പൊ എന്നോട് മന്ത്രി പുള്ളിക്ക് അബൌട്ട് 60 എന്ന് പറഞ്ഞു. അബൌട്ട് എത്ര? 60 വയസ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു അബൌട്ട് 90. അബൌട്ട് എത്ര? 90ന്റെ അടുത്ത്. അപ്പൊ മന്ത്രി പുള്ളിനെ മുഖത്ത് നോക്കിയിട്ട് കാണില്ലല്ലോ. പുള്ളിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്ത് കാണില്ല? 90ന്റെ അടയാളങ്ങളൊന്നും കാണില്ല. നിങ്ങൾ സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്താൻ മുഴുവൻ ആളെ നോക്കി
എന്ന് തുടങ്ങിയ പരിപാടി അറിയത് സുൽത്താൻ കാന്തപുരം ഉസ്താദ് എന്ന് തുടങ്ങിയാന്നറിയോ? എന്ന് തുടങ്ങിയതാ? എന്ന് തുടങ്ങിയതാ? എന്ന് തുടങ്ങിയതാണ്? ദർസ് പഠിക്കുന്നതിന് മുമ്പ് 12 വയസ്സുള്ള ടൈമിൽ ഉസ്താദ് തന്നെ പറഞ്ഞതാണ്. 12 വയസ്സുള്ള ടൈമിൽ പൂന്നൂർ അങ്ങാടിയിൽ വന്നപ്പോൾ ഒരു വയസ്സായ ഉസ്താദ് മരത്തിൻ്റെ ചോട്ടിലിരിക്കുന്നുണ്ട്. ഉസ്താദിനോട് ചോദിച്ചു, നമ്മളാരും തിരിഞ്ഞു നോക്കോ? പോയി പണിയിക്കോട്ടെ, നമുക്ക് ടൈമുണ്ടോ? നമ്മളൊറ്റ പോക്കും. ഉസ്താദ് സുൽത്താൻ കാന്തപുരം ഉസ്താദ് 12 വയസ്സുള്ള ഉസ്താദ് നീട്ടി വെച്ച്, എന്താ ശരി? അപ്പം പറഞ്ഞ്, എനിക്ക് നടന്ന് പോകാൻ കഴിയൂല, പെരയിൽക്ക് എൻ്റെ കയ്യിൽ ബസ്സിൽ പോകാം കാശും ഇല്ല. നമ്മളെന്താ കാട്ടുക? കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ അതും കൊടുക്കൂല. കുറേ ആൾക്കാർ കൊടുക്കുകയാണെന്ന് തന്നെ എത്ര കൊടുക്കും? 5 റുപ്യ 10 റുപ്യ ഇട്ട് കൊടുക്കും. ഉസ്താദിൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. ഉസ്താദിൻ്റെ ഫക്ർ എത്രയായിരുന്നു? ഉസ്താദിൻ്റെ സാന്ത്വനം അത് കർണാടകയിലാക്കണം, എന്നിട്ട് ഇംഗ്ലീഷിലാക്കണം, എല്ലാവർക്കും അത് കൊടുക്കണം, മനസ്സിലാക്കണം. എന്താക്കി? ഉസ്താദ് എല്ലാ കടകളിലും കയറി, എന്നിട്ട് എല്ലാവരും ഒരണി 2 അണി 3 അണി വാങ്ങിയിട്ട് എന്താക്കി? ഉസ്താദ് കൊടുത്തു. ഉസ്താദ് കൊടുത്തപ്പോഴാണ് എന്തായത്? ഉസ്താദ് അന്ന് തുടങ്ങിയ പ്രവർത്തനമാണ് ഞാൻ എൻ്റെ മരണം വരെ. ഉസ്താദ് ചെയ്യുന്ന സേവനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയും. എന്തൊക്കെയാണ് സുൽത്താൻ കാന്തപുരം ഉസ്താദ് ചെയ്യുന്നത്? ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വെറും ഈ കോട്ടിടൽ മാത്രമല്ല, വെള്ളപ്പൊക്കത്തിൽ വീണോലെ രക്ഷപ്പെടുത്തൽ മാത്രമല്ല, മണ്ണിടിച്ചിൽ മലയിടിച്ചിൽ മാത്രമല്ല, മനസ്സ് തളർന്ന മുഴുവൻ ആളുകളെയും, എൻ്റെ കയ്യിൽ കാശില്ലല്ലോ, എനിക്ക് ആരോഗ്യമില്ലല്ലോ, എന്നെ കൊണ്ട് സാധിക്കൂല്ലല്ലോ ഒന്നും പറയലല്ല. ഏറ്റവും വലിയ സ്വാതന്ത്ര്യ പ്രവർത്തനം എങ്ങനെ അറിയാൻ പറ്റും? ഏറ്റവും വലിയ സ്വാതന്ത്ര്യ പ്രവർത്തനം എങ്ങനെയാണ്? ഏറ്റവും വലിയ സ്വാതന്ത്ര്യ പ്രവർത്തനം എങ്ങനെയാണ്? ഒന്ന് പറയുന്നത്. ഏത്? നല്ലൊരു ഇതൊക്കെ ഖുർആനിൽ പറയില്ല. എന്താണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യ പ്രവർത്തനം? എന്താ? മാഷാ അല്ലാഹ്, സഖാഫിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണല്ലോ. സാദിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്, സാദി 2 ഇടത്തിന് വരട്ടെ. ഏറ്റവും വലിയ സ്വാതന്ത്ര്യ പ്രവർത്തനം എന്താണ്? നല്ല വാക്കുകളെ കൊണ്ടാ സാന്ത്വനം. നിങ്ങൾ ഈ വലിയ കോട്ടിട്ടോണ്ട് മാത്രമൊന്നും ആയില്ല. മാഷാ അല്ലാഹ് 2 വട്ടം ഒന്നുകൂടി 2 വട്ടം പറഞ്ഞല്ലോ. ഞാൻ ബുഖാരിയിൽ ഏറ്റവും കാശ് കൊടുക്കലാണ്. നല്ല നല്ല ഉത്തരം പറഞ്ഞാൽ അപ്പം കൊടുക്കും മറുപടി. മാഷാ അല്ലാഹ് മാണിയിൽ മാഷാ അല്ലാഹ് ആ മാണിയിലെ ഉസ്താദ്, അവിടുത്തെ ഉസ്താദ്മാരൊക്കെ അൽഹംദുലില്ലാ. അവിടുത്തെ പ്രിൻസിപ്പാള് ആരാന്നറിയോ? അദ്നിയ ഫാറൂഖ് ജമല് തങ്ങളെ. ഈ തങ്ങൾ അളിയനാണ്. അത് വലിയ രസമാണ്. എങ്ങനെ? ബേക്കൽ ഉസ്താദ് ഹയാത്തുള്ള സമയത്ത് ബേക്കൽ ഉസ്താദ് അവിടുത്തെ മുദരിസുമാർക്ക് കിതാബ് നിക്കാഹ് ക്ലാസ് എടുത്തു. അന്ന് അവിടുത്തെ മുദരിസുമാർക്ക് സലാഹുദ്ദീൻ ജമല്ലി തങ്ങള് മഅദിൽ പഠിക്കുകയാണ്. കിതാബുൽ ഫറായിദ് ക്ലാസ് എടുത്ത് ആ ക്ലാസ് അവിടെ ഉസ്താദ്മാർക്കെല്ലാം ഇഷ്ടപ്പെട്ട്. അപ്പം തന്നെ മാണി ഉസ്താദ് പറഞ്ഞു, മഅദിൻ മുതവ്വലിന് പഠനം കഴിഞ്ഞാൽ ഉടൻ എന്താവണം? അവിടെ മുദരിസ് ആക്കണം. 22ാമത്തെ വയസ്സിൽ, അന്ന് മുതവ്വൽ അവ്വലാണ്, മുതവ്വൽ സാനി കഴിഞ്ഞു. പിറ്റത്തെ കൊല്ലം എന്താക്കി അവിടെ മുദരിസാക്കി. 22ാമത്തെ വയസ്സിൽ 23ാമത്തെ വയസ്സിൽ അവിടെ റൂമിൽ കൊണ്ടെത്തിച്ചു. പ്രിൻസിപ്പാൾ എന്നുള്ള ബോർഡ് കൊണ്ടയച്ചു. എത്ര പ്രിൻസിപ്പാൾ എന്നുള്ള ബോർഡ് കൊണ്ടയച്ചു. അപ്പൊ അവിടെ എത്ര മുദരിസുമാരുണ്ട്? സലാഹുദ്ദീൻ അദ്നി, പിന്നെ മുനവ്വിർ അദ്നി ഉണ്ട്, പിന്നെ ഷാഹുൽ ഹമീദ്. മൂന്ന്
3 അതിരിമാര് അവിടെ ആദ്യം സലാഹുദ്ദീൻ അലി തങ്ങളെ ക്ലാസ് കണ്ട് വല്ലാതെ ഉഷാറായി. അപ്പം പിന്നെ പിറ്റേതൊല്ലം മുനവ്വിർ അതിനെ കണ്ട് അത് വല്ലാതെ ഉഷാറായി. അപ്പം പിന്നെ ഷാഹുൽ ഹമീദ് അതിനെ കൊണ്ടുവന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ നന്നായി ഒന്ന് ചിന്തിക്കണം. എന്താ ഏറ്റവും വലിയ സാന്ത്വന പ്രവർത്തനം എന്തുകൊണ്ടാണ്? ഖൗലുൻ മഅറൂഫുൻ ഖൈറും മിൻ സദഖ. മഹാനായ റഈസുൽ ഉലമ, റഈസുലമയുടെ ശിഷ്യന്മാർ എഴുന്നേറ്റ് നല്ല അക്ഷരികൾ കൈയടിച്ചാൽ 2 ആള്. അല്ലാഹ് അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. റഈസുലമക്ക് റഈസുലമ ഒരു പെരക്ക് സ്ഥലം വാങ്ങി. റഈസുലമ പെരക്ക് സ്ഥലം വാങ്ങി. റഈസുലമ ഉമ്മനെ വല്ലാതെ ബഹുമാനിക്കുന്ന ആളാ. അപ്പൊ ആ സന്തോഷം പറയാൻ വേണ്ടി ഉമ്മൻ്റെ അടുത്ത് വന്നു. എന്തു പറയാൻ വേണ്ടി? റഈസുലമ കുത്തുബ്ഖാന ഉണ്ടാക്കി. ആ കുത്തുബ്ഖാന്റെ പേരെന്താ? മക്തബത്ത് ആയിഷ എന്നാ. കാരണം ആരെ പേരില്? ഉമ്മന്റെ പേരില്. അപ്പോൾ വല്ലാത്ത സന്തോഷം. ആ സന്തോഷ വാർത്ത പറയാൻ തഫാവുലിന് വേണ്ടി ആരത്ത് വന്ന്? ഉമ്മൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഉമ്മ ഖുർആൻ ഓതുക. ഉമ്മ എപ്പോഴും ഖുർആൻ ഓതുന്ന പ്രകൃതിയാണ്. ഉമ്മ ഖുർആൻ ഓതാണ്. ഫമാ റബിഹത് തിജാറത്തുഹും. ഫമാ അതിന്റെ അർത്ഥം എന്താ? കച്ചവടത്തില് ലാഭല്ല. അപ്പൊ ആകെ ടെൻഷനായി. ആര്? റഈസുലമ. ചെറുപ്പത്തിലാണ് റഈസുലമ പറഞ്ഞതാണ്. ആകെ ടെൻഷനായി, വല്ലാതെ ടെൻഷനായി, വല്ലാതെ പ്രയാസത്തിലായി. നല്ലൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വരികയാണ്. അപ്പോഴാണ് ഖുർആനാണ്. ആരാ ഓതുന്നത്? ഉമ്മയാണ്. ഉമ്മ ഓതുന്നത് ഖുർആൻ എന്താണ്? ഫമാ റബിഹ ഓല കച്ചവടത്തില് പടച്ചോൻ. അങ്ങനെ അന്ന് ജീവിച്ചിരിക്കുന്ന മഹാനാണ് ചാപ്പരങ്ങാടി ബാപ്പുസ്താദ്. നിങ്ങൾ എന്താ പറയാ? വിറ്റാളി. അത് വേണ്ട. എത്ര ആൾക്കാരാ ഇതൊക്കെ കേട്ട് കണ്ട് പെരുമ്പറമ്പും വെക്കണോലും ഇതൊക്കെ അല്ലേ പറയല്? അല്ലേ? ആർത്ത് പോയി? റഈസുലമ ചാപ്പരങ്ങാടി ബാപ്പുസ്താദിന്റെ അടുത്ത് പോയി. ചാപ്പരങ്ങാടി ബാപ്പുസ്താദിന്റെ അടുത്തപ്പോ ചാപ്പരങ്ങാടി ബാപ്പുസ്താദ് പറഞ്ഞു, അതിന്റെ അർത്ഥം എന്താ? ഫമാ റബിഹത് തിജാറത്തുഹും എന്നല്ലേ. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താണ്? അവൾക്ക് ലാഭം. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? എന്തുണ്ട്? നിങ്ങൾക്ക് ലാഭമുണ്ട്. ഫമാ റബിഹത് തിജാറത്തുഹും എന്നല്ലേ മോദിയത്. മോദിയുടെ അർത്ഥം എന്താണ്? എന്താണ്? നിങ്ങൾക്ക് ഓൽക്ക് നിങ്ങൾക്ക് ലാഭമില്ല എന്ന് പറഞ്ഞ ഫമാ റബിഹത് തിജാറത്തുഹും എന്ന് പറഞ്ഞെന്താണ്? ഓല കച്ചവടത്തില്. അപ്പൊ എന്തുണ്ട് നിങ്ങൾക്ക് കച്ചവടത്തില്? അപ്പൊ എന്തായി? ആ ഒരു വാക്ക് എത്ര സന്തോഷമായിരിക്കും നൽകുന്നത്. ഞാൻ സുഖല്യാതായി, ഊരവേദന, വല്ലാതെ വിഷമിച്ചു. അതിലാര് വന്നു? റഈസുലമ വന്നു. റഈസുലമ വന്നിട്ട് വന്നൂപ്പം തന്നെ ആദ്യം പറഞ്ഞത് പുറത്തുനിന്ന് ഇരിക്കുകയാണെങ്കിൽ ഞാൻ വരൂല. റഈസുലമ പെരന്റെ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് പറഞ്ഞ് ഇരിക്കാൻ പാടില്ല, കിടക്കണം, എന്നെങ്കിലേ ഞാൻ എന്താകൊള്ളൂ വരൂല. കുടുങ്ങിയില്ല മനുഷ്യൻ. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഉസ്താദ് വല്ലാത്ത വേദന, ബാക്ക് പെയിൻ, വല്ലാത്ത വേദന, ഞാൻ അങ്ങനെ കുറേ സങ്കടം പറഞ്ഞു. പിന്നോട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പൊ അതിന്റെ അർത്ഥം ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടല്ലോ. ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിട്ടല്ലേ എന്താ അറിഞ്ഞത്? ബ്ലഡ് സർക്കുലേഷനും കൂടി ഇല്ലെങ്കിലോ എന്തറിയില്ല. അപ്പം ബ്ലഡ് സർക്കുലേഷൻ ആണ് വേദന. അപ്പൊ ഇത് ചികിത്സിച്ചാൽ എന്തായിക്കോളും? അപ്പുണ്ടായ സന്തോഷം. അപ്പൊ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തുമാത്രമൊന്നുമല്ല. ഈ സൂട്ടും കൂട്ടും ഈ എക്യുപ്മെന്റ്സും ടൂൾസുകളും കൊണ്ടുള്ള പ്രവർത്തനം മാത്രമൊന്നുമല്ല. നമ്മളെപ്പോഴും നല്ല നല്ല വാക്കുകളിൽ മനസ്സ് അധികം ആൾക്കാരും ആത്മഹത്യ ചെയ്യുന്നത്. ഞാന് നിങ്ങളെ കാണാൻ വല്ലാതെ നിങ്ങളെ കാണാൻ ചെറുപ്പത്തിലേ കുത്തുബിയത്തൊക്കെ ചെല്ലുന്നതാണ്. എൻ്റെ പെരയിൽ കുറേ കാലമായി മുഹ്യിദ്ദീൻ റാത്തീബ് നടക്കുന്നതാണ്. അങ്ങനെ 10-30 കൊല്ലം മുമ്പ് നിങ്ങളെ കാണാൻ വല്ലാതെ പൂതി, ഇറാഖിലേക്ക് കാണാൻ പൂതിയായി. അങ്ങനെ പോയ ആർവി മുഹമ്മദ് ആജിങ്ങൾക്ക് ഒമാനിലുള്ള വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഞാൻ എന്തായിട്ട് കൊടുക്കൊണ്ടേക്കോളാം ഒമാൻ. അപ്പോൾ അവിടെ കുവൈത്ത് ഇറാഖ് യുദ്ധം നടന്നു കൊടുക്കുകയാണ്, പ്രശ്നമാണ്. അപ്പോൾ പോകാൻ കഴിയാതിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ്
ആർവി വന്നിട്ട് അറിഞ്ഞ് ഞാൻ കൊണ്ടുപോയിക്കോളാം, ഞാൻ മുറ്റീച്ചിൽ അഹമ്മദാരിയും കൊണ്ടുപോയിങ്ങനെ EK മുഹമ്മദ് ആരിമിനെയും കൊണ്ടുപോയിങ്ങനെ ഒരു ഒളിവിലൂടെ നമുക്ക് പോകാം, ഒമാൽക്ക് ഞാൻ കൊണ്ടുപോയി ടിക്കറ്റും ചാർജും മുഴുവൻ മൂപ്പരെടുത്ത്. അങ്ങനെ ഞാൻ എവിടെ പോയി? ഒമാലിൽ പോയി. ഇതാരറിഞ്ഞു? സുൽത്താൻ കാന്തപുര ഉസ്താദ് അറിഞ്ഞു. മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ നേതൃത്വം ആരറിഞ്ഞു? സുൽത്താൻ കാന്തപുര ഉസ്താദ് അറിഞ്ഞു. സുൽത്താൻ കാന്തപുര ഉസ്താദ് അന്ന് എനിക്ക് 25. നിങ്ങളെ വയസ്സാ? എത്ര വയസ്സ്? നിങ്ങളെ വയസ്സാണ്. ഈ വയസ്സ് ഈ ചെറുപ്പക്കാരൊന്ന് മനസ്സിലാക്കണം. ഇയ്യാക വശബാബ ഫൈന ശബാബ ശുഅബത്തും മിനൽ ജുനൂൻ. ഇയ്യാക വശബാബ ഫൈന ശബാബ ശുഅബത്തും മിനൽ ജുനൂൻ. യുവത്വം ശരിക്കും സൂക്ഷിക്കണം. യുവത്വം എന്ന് പറഞ്ഞാൽ ഒരു തരം ഭ്രാന്ത. യുവത്വം എന്ന് പറഞ്ഞാൽ യുവാക്കൾക്ക് കുറേ ഗുണമുണ്ട്. നിങ്ങൾക്ക് ഗുണം മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഞങ്ങൾ ഗുണം പറഞ്ഞ് സന്തോഷം. നിങ്ങൾക്ക് നല്ല ഹെൽത്തിയാണ്, നിങ്ങൾക്ക് നല്ല വെൽത്തിയാണ്, നിങ്ങൾക്ക് നല്ല ഹെൽത്ത് ഉണ്ട്, വെൽത്ത് ഉണ്ട്. ഞങ്ങൾക്ക് ഓടാൻ, ചാടാൻ, കുതിക്കാൻ വിദ്യാഭ്യാസം ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് കഴിയും. നിങ്ങളെ വാപ്പാർക്കൊന്നും കഴിയൂല, നിങ്ങളെ അമ്മമാർക്കൊന്നും കഴിയില്ല, നിങ്ങളെ ഉസ്താമാർക്കൊന്നും കഴിയില്ല, നിങ്ങളെ ലീഡേഴ്സിനൊന്നും കഴിയില്ല. ഓരോന്നിനും കൊള്ളരുതാത്തവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പറയും പോലെ ആക്കും. അതുപോലെ അതൊരു തരം ഭ്രാന്താണ്. അപ്പോൾ എനിക്ക് ആ ഭ്രാന്തിന്റെ ടൈമാണ്. ആര് വിളിച്ച്? സുൽത്താൻ കാന്തപുര ഉസ്താദ് വിളിച്ച്, തങ്ങളെപ്പോ ഇറാഖിലേക്ക് പോകരുത്, തങ്ങളെപ്പോ ഇറാഖിലേക്ക്. ഉസ്താദ് ദ്വാരക്കണം. ഞാൻ 1000 വട്ടം യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വിളിച്ച് എല്ലാവരോടും യാത്ര വെച്ച് ഞാൻ എവിടെ എത്തിക്കണ്? ഒമാല്. ഇനി കുറച്ചേ ഉള്ളൂ അങ്ങോട്ട് എത്താൻ. ഒരു ബോട്ടിൽ ആ പോണ സമയത്ത് പോകണ്ട തടങ്ങളാരും കേൾക്കൂ? കേക്ക് വെച്ചിട്ട് കേൾക്കാൻ കഴിയോ? ഒരുങ്ങി പിടിച്ചതല്ലേ. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ദ്വാരക്കണം എന്നാണ്. ഉസ്താദ് ദ്വാരക്കണം. ഞാൻ ഗൗസുല്ല നിങ്ങളെടുത്താ പോണു. ഗൗസുല്ല നിങ്ങളെ കാവലുണ്ടാവും. എനിക്ക് ഗൗസുല്ല നിങ്ങൾ ഉസ്താദ് ദ്വാരക്കണം എന്നറിഞ്ഞു. ഉസ്താദ് മഹാ ഹക്കീമാണല്ലോ. ഉസ്താദ് അപ്പോൾ ഒരു തന്ത്രം ഉപയോഗിച്ചു. ഒരു വല്ലാത്ത ഹിക്മത്ത്. ഒരു നേതൃത്വത്തിന് നേതാവിനെ പൂർണ്ണമായും അനുസരിച്ചില്ലെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാവൂലായിരുന്നു. ഉസ്താദിനോട് ഉടനെ പറഞ്ഞു, എന്നെ ഇറാഖിൽ ഇന്റർനാഷണൽ കോൺഫറൻസിന് ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിച്ചിരുന്നു. എന്ത്? ഇറാഖിൽക്ക് ഇന്റർനാഷണൽ കോൺഫറൻസിന് ചീഫ് ഗസ്റ്റായിട്ട് ഇന്റെ കൂടെ വന്നാൽ ഞങ്ങളെ കൂടെ കൊണ്ടുപോയിക്കോളാം. എന്നാൽ നിങ്ങൾക്ക് എന്താകാ? VVIP റെസ്പെക്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ കൂടെ പോലീസ് ഉണ്ടാകും, അതുപോലെ തന്നെ മറ്റേ എസ്കോർട്ട് ഉണ്ടാകും, അതുപോലെ കരിമ്പൂച്ച ഉണ്ടാകും. അപ്പൊ നമുക്ക് രണ്ടാക്കും കൂടെ എന്താകാ സുഖമായിട്ട് പോകാം. അൽഹംദുലില്ലാ. എസ്കോർട്ടും പോലീസും ഒന്നും അത് കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ ആരെ കൂടിയല്ലേ? അതൊരു തരം ഭ്രാന്തല്ലേ? നിങ്ങൾ ആലോചിക്കട്ടെ, യുദ്ധം നടക്കുമ്പോൾ ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കല? യുദ്ധം നടക്കുമ്പോൾ എന്ത് നടക്കലാണോ? എന്ത് നടക്കലാണോ വെച്ചിട്ട് ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കല? അല്ല. പക്ഷേ ഉസ്താദിന്റെ ജീവൻ രക്ഷിക്കാൻ അതല്ലാതെ മറ്റ് മാർഗമില്ല. ഞാനാവില്ല സന്തോഷക്കായ അൽഹംദുലില്ലാ. ഇവിടെ യുദ്ധവും ഇന്റർനാഷണൽ കോൺഫറൻസ് അങ്ങനെ 20 കൊല്ലം കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയുന്നു, നേതൃത്വത്തെ നിങ്ങൾ ശരിക്കും അനുസരിക്കണം, നേതൃത്വത്തെ ശരിക്ക് ബഹുമാനിക്കണം. നേതൃത്വത്തിന്റെ വാക്ക് ചിലപ്പോഴറിയില്ല. 20 കൊല്ലം കഴിഞ്ഞ ശേഷം 20 കൊല്ലം കഴിഞ്ഞ ശേഷം ഞാൻ ഇറാഖിൽ പോയി. അങ്ങനെ ഇറാഖിൽ പോയി ഞാൻ ടൈം ഷെഡ്യൂൾ വല്ലാതെ സൂക്ഷിക്കുന്ന ആളാണ്. ഇന്നിപ്പോ 11:30 എത്തണം എന്ന് പറഞ്ഞ് ഇവിടെ എത്തൂലാന്ന് ഷാക്കിറാജിലെ വണ്ടി വരുന്നുണ്ട്. വണ്ടി വരാൻ നേരം ഞാൻ പറഞ്ഞു എന്തായാലും 11:30 എത്തണം. അത് ഞാൻ പറഞ്ഞ ടൈമാണ്. ഞങ്ങൾ ആദ്യം 9 മണിക്ക് എത്തുന്ന ആ ടൈം ടിക്കറ്റ് എടുത്ത്. പിന്നെ ചോദിച്ചാൽ എപ്പോഴാണ് 11:30? ഞാൻ ടൈം ഷെഡ്യൂൾ പരിപാടിക്കൊക്കെ എല്ലാം ശ്രദ്ധിക്കുന്ന ആളാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു ഹോട്ടലിൽ എന്തോ അള്ളാഹുവിൻ്റെ 7 മണിക്ക് പോകേണ്ടതാണ്. പക്ഷേ അന്ന് ഞാൻ യാത്രക്കാരോട് പറയുമ്പോൾ 9-8 മണിയായി. അപ്പം അവിടുന്ന് കേട്ടൊരു ശബ്ദം, ബോംബ് സ്ഫോടന. അതിൽ 70 ആള് മരിച്ചു. ഞങ്ങൾ 70 ആള് നിൽക്കേണ്ട സ്ഥലത്താണ് എന്തുണ്ടായത്? ബോംബ്. റബ്ബേ മതി മതി മതി, ഇനിയിപ്പോൾ ഏതായാലും ഇവിടുന്ന് പോകുക. അങ്ങനെ കരുതി. ഏതായിരുന്നാലും വലിയൊരു ലക്ഷ്യമാണ്. നമ്മുടെ ഉപ്പാപ്പയാണ് മൂസൽ കാദിം റളിയല്ലാഹു അൻഹു. ബാലവി സാദാത്തുക്കളും ബുഖാരി സാദാത്തുക്കളും തങ്ങൾ എറിയുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരമങ്ങന ശൈ ശബാബി അഹ്ലുൽ ജന്ന. ഇപ്പോൾ ഒരു കേസറ്റ് ഒരു ഇത് കണ്ടിന്, എന്തോ ഒരു സങ്കടമാണ്. ഖലീൽ തങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു മൗലിദ് ഓതണം. പേരോട് ഉസ്താദോ ഹുസൈൻ റളിയല്ലാഹു അൻഹു മൗലിദ് ഖലീൽ തങ്ങളും പേരോട് ഉസ്താദും കണ്ടോലുണ്ടോ? അപ്പൊ ഖലീൽ തങ്ങൾ പറഞ്ഞോ ശരി, പേരോട് ഉസ്താദ് പറഞ്ഞോ ശരി. ഖലീൽ തങ്ങൾ അറിയാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദ്
ഓതണം എന്നറിയാം, പണ്ടേ ഓതീനെന്നറിയാം, മാതിൽ ഓതുണ്ട് എന്നറിയാം. പേരോട് ഉസ്താദ് പറയും എന്ത് ഹുസൈനുള്ളാന്റെ മൗലിദ് ഓതാൻ പാടില്ല എന്നറിയാം. ആര് പറഞ്ഞാൽ ശരി? പേരോട് ഉസ്താദ് പറഞ്ഞ ദുഃഖാചരണം പാടില്ല എന്നാ പറഞ്ഞത്. ഇമാതിരി കൺഫ്യൂഷനിലൊന്നും ആരും പെട്ടുപോയി. മാഷാ അല്ലാഹ്. എന്താ പേരുസ്താദ് പറഞ്ഞെങ്കിൽ ഞാൻ കേസെടുത്ത് കേൾക്കി. പേരുസ്താദ് പറഞ്ഞ എന്താണ്? ആര് ചെയ്യും പോലെ ഷിയാക്കള് മേരാ സർദാർ ഹസൈനാർ മേരാ സർദാർ ഹുസൈനാർ കത്തിയെടുത്തിട്ട് നെന്നത്ത് കുത്തും, മുറിയേൽക്കും, ദുഃഖാചരണം, ഇങ്ങനെ തുടങ്ങിയ വേണ്ടാത്ത കുറെ പരിപാടികൾ ആര് നടത്തുന്നുണ്ട്? ഷിയാക്കൾ നടത്തുന്നുണ്ട്. അത് പാടില്ല എന്ന് ആര് പറഞ്ഞത്? പേരുസ്താദ് പറഞ്ഞത്. ദുഃഖാചരണം എന്ന വാക്ക് ഞാൻ ആദ്യം കേട്ടപ്പം കരുതി പഠിച്ചവനെ അപ്പം ഇങ്ങോട്ട് വരുമ്പോഴാണ് കണ്ടത്. സോഷ്യൽ മീഡിയയ്ക്ക് ഒരാൾ വിട്ടു നിൽക്കുകയാണ്. പേരുസ്താദും ഖലീൽ തങ്ങളും രണ്ട് തട്ടിലാ. പേരുസ്താദും ഖലീൽ തങ്ങളും. പേരുസ്താദ് പറഞ്ഞ എന്താണ്? ദുഃഖാചരണം ഷിയാക്കൾ ചെയ്യുന്ന പണി എന്താക്കാൻ പാടില്ല. ഖലീൽ തങ്ങൾ പറഞ്ഞ എന്താവണം? അന്ന് ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല സുഭിക്ഷമായി ജീവിക്കണം, അന്ന് സ്നേഹം പങ്കിടണം. അന്ന് സൈനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും 72ഓളം ശുഹദാക്കള്, അവരാണ് എല്ലാ സാദാത്തുക്കളുടെയും ഉപ്പാപ്പ. അവരെ മൗലിദ് ഓതണം. ആ മൗലിദൊക്കെ കേരളത്തിൽ തുടങ്ങിയത് മഅദിനല്ല. അങ്ങനെ തീരുമാനിച്ചപ്പം ഇങ്ങനെ നോക്കിയപ്പം പൊന്നാനിയിൽ ഒരു മൗലിന്റെ കിതാബ് കിട്ടി. അങ്ങനെയാണ് അപ്പം മനസ്സിലായി. പണ്ടൊക്കെ എന്തുണ്ടായിരുന്നു? മൗലിദ് ഉണ്ടായിരുന്നു. അങ്ങനെ പണ്ട് അഹമ്മദ് ഖാശാരിയാത്തി റളിയല്ലാഹുവിന് നേതൃത്വം നൽകിയ കരുവന്തിരുത്തി തെക്കേ തലക്കല പള്ളി, അവിടെ എപ്പോഴും ഹസനാർ റളിയല്ലാഹുവിന്റെ മൗലിദ് ഓതുന്നുണ്ട് എന്ന് അറിഞ്ഞു. അപ്പം മനസ്സിലായി. അപ്പൊ ഇതൊക്കെ രണ്ടു തമ്മിൽ പ്രവർത്തകരൊക്കെ ഖലീൽ തങ്ങൾ വേറെയാണ്, പേരുസ്താദ് പറഞ്ഞ എന്താണ്? രണ്ടും ശരിയാണ്. സൈനാ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരിൽ ദുഃഖാചരണം നടത്താൻ പാടില്ല. അത് തെറ്റാണ്, അത് ഹറാമാണ്, അത് ശിയസമാണ്, അത് കൊടും തെറ്റാണ്, വഞ്ചനയാണ്. അതേ സ്ഥാനത്ത് നമ്മൾ എന്താകും വേണം? ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരിൽ മൗലിദണം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ നബിയാണെന്ന് നസാറാക്കൾ പറയുന്നു. തെറ്റാണ്, ശിർക്കാണ്, ഹറാമാണ്, പാടില്ല. അതേ സ്ഥാനത്ത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ നബിയാണ്, റസൂലാണ്, ഉലുൽ അസ്മാൻ. നമ്മളത് വിശ്വസിക്കണം, നമ്മൾ മദ്ഹു പറയണം. പക്ഷേ എന്താകണം? ആര് പറയും പോലെ പറയരുത്. നസാറാക്കളും ജൂതന്മാരും പറയും പോലെ. അപ്പൊ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് റസൂലാണെന്ന് പറയരുത്, നബിയാണെന്ന് പറയരുത്. അപ്പൊ ഞാൻ സൈനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മൾ ഒരിക്കലും അമ്മാതിരി വാദഗതിയിലോ ചിന്താഗതിയിലോ പെട്ട് നമ്മുടെ ദുനിയാവും ആഖിറവും നശിച്ചു പോകരുത്. അതെന്തിനെ പറഞ്ഞത്? പക്ഷെ എന്തായിരുന്നു? ഞാൻ ഇറാഖ് പോയപ്പോ ഈ ഉസ്താദ് 20 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞ വാക്ക്, ഇറാഖിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞത്. അങ്ങനെ എന്റെ ഉപ്പാപ്പയാണ് ഇറാഖിൽ മൂസൽ കാളിം റളിയല്ലാഹു അൻഹു. അവരെ ഹദ്റത്തിലേക്ക് പോയിട്ട് ഇറാഖ് വിടാന്ന് കരുതി. അവിടെ ചെന്ന് നോക്കുമ്പോൾ 3 കിലോമീറ്റർ അപ്പുറത്തോളിക്കത്തുന്ന തീയാണ്. പടച്ചവനെ, പെട്ടെന്ന് ഇറാഖ് വിടേണ്ടി വന്നു. അപ്പൊ അന്ന് അതാണ് അവസ്ഥയെങ്കിൽ 20 കൊല്ലം മുമ്പ് ഞാൻ പോയാൽ എന്തുണ്ടായിരുന്നു? അതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ വസിയ്യത്ത്. അവസാനത്തെ സ്വഹാബത്ത് ആ പ്രഭാഷണം കേട്ട് സ്വഹാബത്ത് അങ്ങ് കോരിത്തരിച്ചു പോയി. ഹൃദയം ഇങ്ങനെ കോരിത്തരിക്കുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരായി ഓടുകയാണ്. സ്വഹാബത്ത് മനസ്സിലാക്കി അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോട് വിടാ പറയാണ്. സ്വഹാബത്ത് ചോദിച്ചു, കന്നഹാദിഹി മൗഇദത്തു മുഅദ്ദീൻ, കന്നഹാദിഹി മൗഇദത്തു മുഅദ്ദീൻ, ഞങ്ങൾ വരികൾക്കിടയിൽ ചില കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? തങ്ങൾ കൂടുതൽ കാലം ഞങ്ങളെ കൂടെ ജീവിക്കൂല, തങ്ങൾ വഫാത്താകാൻ അടുത്തിട്ട് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾക്ക് ഇനി ആരാ? മഹാനായ ശൈഖുന സുൽത്താൻ മക്കാന്തപുര ഉസ്താദ് അൽഹംദുലില്ലാഹ്, ഉള്ളാള് കർണാടകന്റെ കാദിയായി. റബ്ബേനിയും ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ക്ഷീണം തളർച്ചനി മാറ്റി കൊടുക്കണേ അല്ലാഹ്. അപ്പൊ അവർക്ക് സുഖമില്ലാതായപ്പോ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്തായിരുന്നു?
ചെറിയ പുസ്തകം മരിക്കും കൂടി ചെയ്തപ്പോഴേക്കും ശത്രുക്കൾ ഇങ്ങനെ കളിയാക്കാനും പലതും തുടങ്ങിയില്ലേ. എന്നാൽ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിയുടെ മരണം എന്തായിരിക്കും അവസ്ഥ? സ്വഹാബത്താകെ പരിഭ്രമിച്ചു. അങ്ങനെ സ്വഹാബത്ത് ചോദിച്ചു, ഫൗസിനാ, ഞങ്ങൾക്കൊരു ഫൈനൽ വേർഡ് തരണം, ഞങ്ങൾക്കൊരു അവസാനം ഉപയോഗിക്കാൻ പറ്റിയ ഒരു വസിയത്ത് ഞങ്ങൾക്ക് നൽകണം. നിങ്ങൾ വല്ല രോഗം വരാതിരിക്കട്ടെ, നിങ്ങളെ വാപ്പാർക്കോ വല്യമാർക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വരാന്ന് പറഞ്ഞ് വളരെ സീരിയസ് ആന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കാട്ടും? വസിയത്ത് വയ്ക്കും. ആ വസിയത്ത് ഫൈനൽ വേർഡ് നിങ്ങൾ പൂർണ്ണമായും പാലിക്കൂലേ? അപ്പം ഫൈനൽ വേർഡ് വസിയത്ത് നിങ്ങൾ എന്തൊക്കെ എഴുതുക? എഴുതിയാൽ തീർന്നാ തീരുമോ? പേരവിടെ ഉണ്ടാക്കണം, കുട്ടികളെ അങ്ങോട്ട് കെട്ടിക്കണം, കുട്ടികളെ ഇങ്ങനെ ചെയ്യണം, പിന്നെയും എഴുതിയാലും എന്താവൂല? അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാക്കുന്ന പെണ്ണുങ്ങളും മക്കളുമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് 2 വേടാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വസിയത്ത് എന്താണ്? 2 വേടാണ്. എന്താ വേട്? അലൈക്കും ബിസ്സംഇ വത്വാഅ വഇൻ കാന അബ്ദൻ ഹബ്ശിയ്യാ. നിങ്ങൾക്കൊരു നേതൃത്വം വേണം. 2 ആള് കൂടിയാൽ ഒരാളെ നിങ്ങൾ നേതാവാക്കണം. മിനിമം 2 ആളല്ലേ? 2 ആൾ ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ പാടില്ല. എന്താവണം? ഒരാളെ ഇമാമാക്കി അയാൾ പറഞ്ഞു കേൾക്കണം, അയാളെ കൂടെ നിൽക്കണം. അപ്പൊ നിങ്ങൾക്കൊരു നേതൃത്വം നിങ്ങൾ തെരഞ്ഞെടുക്കണം. ആ നേതൃത്വം ആരോ ആവട്ടെ, അത് ചിലപ്പോൾ അങ്ങനെ അടിമയായിരിക്കും. 1884 കേരളത്തിൽ ചങ്ങനാശ്ശേരി മാർക്കറ്റ് അടിമ കച്ചവടം ഉണ്ടായിരുന്ന പറഞ്ഞത്. അന്ന് ഒരു മനുഷ്യന് 6 റുപ്യ തൊട്ട് 18 റുപ്യ വരെയാണ് ചാർജ്. അത്രേ ഈ അടിമ കച്ചവടമൊക്കെ. നിങ്ങൾ അടിമയാക്ക് നേതാവാക്ക് അടിമ നീഗ്രോ വർഗക്കാരൻ ആരായിരുന്നാലും ശരി, നിങ്ങൾ എന്തായിരിക്കണം? ഒരു നേതൃത്വം നിങ്ങൾക്ക് വേണം. നിങ്ങൾക്കൊരു നേതൃത്വം. ആ നേതാവ് എന്താണോ പറയുന്നത് അത് നിങ്ങൾ പൂർണ്ണമായും ജീവിതത്തിൽ പകർത്തണം. ആമന റസൂൽ എന്നുള്ള ആയത്തിന്റെ ചരിത്രം ഇറങ്ങാണ്ടായ കാരണം എല്ലാവർക്കും ഒന്ന് ആമന റസൂൽ ഓതട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാവരും ഓതട്ടെ. റഹീം ഉറക്കം ഓതിയാല് ബിഹി വറസൂലി ലാ നുഫദ്ദിഖു ബൈന അഹദിൻ മിൻ റസൂലി വഖാലു സമീനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ ലഹാ മാ കസബതു അലൈഹാ മക്തസബതു റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഅഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതുഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അൽ ഖൗമിൽ കാഫിരീൻ. അവിടുന്ന് ആയത്തുൽ കുർസി ആമത്തുൽ റസൂൽ അതുണ്ട്. അതാതിലൊക്കെ നമ്മൾ ഓതലോ എങ്ങനെയാണ്? അങ്ങോട്ട് അവിടുന്ന് ഓതട്ടെ. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഇൻ തുബ്ദു ഔ തുഖ്ഫൂഹു ബിഹും ബിഹില്ലാ വയഅദിബു വല്ലാഹു അലാ കുല്ലി. എന്താ ആമന റസൂൽ അങ്ങനെ ചിലർ അങ്ങനെ ഓതല്, ചിലർ ഇങ്ങനെ ഓതുന്നു. എന്താ ഇതെന്താ പോ സംശയം ആയോ? അപ്പൊ ആയത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. ഏതായത്തിറങ്ങി? ലില്ലാഹി മാ ഫിസ് സമാവാതി മാ ഫിൽ അർളി വഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് ഫയഗ്ഫിർ ലിമൻ യശാഉ യുഅദ്ദിബു മൻ യശാഉ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. നായത്തങ്ങൾ ഇറങ്ങിയപ്പോൾ സ്വഹാബത്താകെ വേജാറായി, സ്വഹാബത്താകെ പരിഭ്രമിച്ച് വേജാറായി, ഓല് വിനയാന്വിതരായി മുട്ടുകുത്തി അല്ലാഹുവിന്റെ റസൂൽ മുമ്പിൽ വന്നു. തിരുദൂതരെ അങ്ങ് നിസ്കരിക്കാൻ കൽപ്പിച്ചു, ഞങ്ങൾ നിസ്കരിച്ചു. അങ്ങ് നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു, ഞങ്ങൾ നോമ്പ് നോറ്റു. അങ്ങ് ജിഹാദിന് കൽപ്പിച്ചു, ഞങ്ങൾ ജിഹാദ് ചെയ്തു. അങ്ങ് ഹജ്ജ് കൽപ്പിച്ചു. അങ്ങ് പറഞ്ഞതൊക്കെയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയൂലല്ലോ. ഞങ്ങൾക്കിത് ഏത് കാര്യം? ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഇൻ തുബ്ദു ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. മനസ്സിന്റെ ഉള്ളിൽ വല്ലതും വന്നു പോയാൽ അല്ലാഹു തആല വിചാരണ ചെയ്യൂലേ? അല്ലാഹു തആല ശിക്ഷിക്കൂലേ? ഏത് മനസ്സിലാ എന്തെങ്കിലുമൊക്കെ തോന്നാത്തത് ഉണ്ടാകുക? നമുക്ക് നിയന്ത്രിക്കാൻ കഴിയോ? നമ്മുടെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയോ? എന്താവൂല. ഞങ്ങളെ കൊണ്ട് കയ്യൂല റസൂലേ, ഞങ്ങളാകെ വേജാറിലാ റസൂലേ. സങ്കടം വന്നിട്ട് ആര് പറഞ്ഞു? അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് പറഞ്ഞ് ഇങ്ങനെ പറയരുത്.
അത് ജൂതന്മാർ വലാ തഖൂലു കമാ ഖാല അഹ്ലുൽ കിതാബിൻ മിൻ ഖബ്ലികും സമീനാ വഅസൈനാ. സമീനാ എന്തു പറയരുത്? ഞങ്ങൾ കേട്ടു, ചെയ്യാൻ കഴിയൂല എന്ന് പറയരുത്. അതൊരു മുസൽമാന്റെ ശൈലിയല്ല, അതൊരു മുഅ്മിന്റെ ശൈലിയല്ല, അതൊരു ഗുരു ശിഷ്യത്വ ബന്ധമല്ല. എന്ത് മുഹാലായ കാര്യം കൽപ്പിച്ചാലും ശരി, ഏത് നടക്കാൻ കഴിയാത്ത കാര്യം കൽപ്പിച്ചാലും ശരി, എന്ത് പറയരുത്? എന്ത് പറയരുത്? എതിര് ആരോട് പറയരുത്? നേതൃത്വത്തോട്. അത് ഉണർത്തേണ്ട വേണം, ഉണർത്തേണ്ട ശൈലിയിൽ ഉണർത്തണം. ഞാൻ വായിച്ചൊരു ഒരു ഗുരു, ഒരു ശിഷ്യൻ ഫുൾ മാർക്ക്, എല്ലാറ്റിലും ടോപ്പസ്റ്റ്. എന്നാ വേറെ കുട്ടി ശിഷ്യനുണ്ട്, ആ ശിഷ്യനാണെങ്കിലോ വളരെ മോശമാണ്, തീരെ മാർക്ക്. എന്നാ ഗുരുവിന് ഏറ്റവും ഇഷ്ടം ആരോടാ? പിൻസീറ്റിലിരിക്കുന്ന ആരോടാണ്? ഒട്ടും ബിഗ് സീറോ വാങ്ങുന്ന ആളോടാണ്. അപ്പൊ എല്ലാവർക്കും കൺഫ്യൂഷനായി, എന്താ ഈ ഉസ്താദ് ഇങ്ങനെ, ഈ ഗുരു എന്താ ഇങ്ങനെ ഈ ശിഷ്യനെ വല്ലാതെ റെസ്പെക്ട് ചെയ്യണ്? ആര് സാധാരണ ഉസ്താദ്മാരെ റെസ്പെക്ട് ചെയ്ത് ആർക്കാണ്? ആരാ ഉസ്താദ്മാർ റെസ്പെക്ട് ചെയ്ത് ആർക്കാണ്? നമ്പർ 1-നല്ലേ? അപ്പൊ കൺഫ്യൂഷനായി. അപ്പൊ ആ ചോദിച്ച്, അതിൽ മാനേജർ ചോദിച്ച എന്താ അങ്ങനെ? അപ്പൊ മാനേജറോട് ആനെ കൊണ്ടുവരാൻ പറഞ്ഞു. മാനേജറോട് ആനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആനെ കൊണ്ടുവരാൻ പറഞ്ഞ് കൊണ്ടുവന്ന് ആ മറ്റേ മനുഷ്യണ്ടല്ലോ, ഏത് നമ്പർ 1 ആയ ഫുൾ A+ അങ്ങനെ ആ ആനെടുത്ത് ടാങ്കിന്റെ മുകളിൽ കൊണ്ടേക്കുക. ആനെടുത്താണ്ട് എന്താ പറയാ? ആന ടാങ്കിന്റെ മുകളിൽ കൊണ്ടേക്കാൻ പറഞ്ഞ എന്താ പറയാ? കയ്യോ? എന്തു പറഞ്ഞു? കയ്യൂല. അതിന്റെ ഷാരോട് പറഞ്ഞു ബിഗ് സീറോ ഉള്ള. അപ്പൊ ഓന് പറയല് തലയിൽ ചുറ്റിക എന്താ തലയിൽ വെക്കണേ പറയില്ലേ, തരിക ചേണ്ട് പൊന്തിക്കുകയാണ്. അപ്പം പറയും, കണ്ടോ ഇതാണ് ഞാൻ. ഇവൻ എന്തു പറഞ്ഞാലും എന്താക്കാൻ തയ്യാറാണ്, കേൾക്കാൻ തയ്യാറാണ്. മങ്ങാട്ടച്ചനും കുഞ്ഞാമൊയിലും കേട്ടുകണോ? കേട്ടില്ലേ? കുഞ്ഞാമൊയിലൊരു പെണ്ണ് കാണാൻ ഒറ്റ പെണ്ണും കുഞ്ഞാമൊയിലേക്ക് പറ്റൂല. കുഞ്ഞാമൊയില് പെണ്ണുങ്ങളോട് പറയും നട്ടുച്ചക്ക് ചൂട്ടുണ്ടാക്കാൻ പറയും. ചൂട്ട് മനസ്സായോ? കത്തിച്ചാണ് അടക്കാൻ പറയും. പെണ്ണുങ്ങൾക്ക് ഇപ്പൊ എന്തിനാ? അവസാനം ഒരു പെണ്ണ് തേക്കി. അപ്പൊ ഗുരു ശിഷ്യത്വ ബന്ധം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പറഞ്ഞു കൊടുക്കുക. അപ്പോഴാണ് ആയത്തിറങ്ങിയത്. ആയത്ത് മറക്കരുത്. ലില്ലാഹി മാഫി സമാവാതി എന്ന ആയത്തിറങ്ങിയപ്പോ സ്വഹാബത്ത് വന്നിട്ട് എന്തു പറഞ്ഞു? ഞങ്ങൾക്കത് അപ്പ ആയത്ത് അങ്ങനെ പറയരുത്. എന്ത് പറയണം? ഗുഫ്രാനക റബ്ബനാ വഇല സമീനാ വഅതൈനാ ഗുഫ്രാൻ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ. അല്ല ഇതോട്ടെ ആമന റസൂലു മാ ഉൻസില മിൻ റബ്ബിഹി കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി ലാ നുഫദ്ദിഖു ബൈന അഹദിൻ മിൻ റസുലി വഖാലു സമീനാ വഅതൈനാ ഗുഫ്രാനക റബ്ബനാ. അങ്ങനെ പറയേണ്ടത്. എങ്ങനെയാ പറയേണ്ടത്? സമീനാ വഅതൈനാ ഗുഫ്രാനക റബ്ബനാ എന്തല്ല പറയേണ്ടത്? സമീന നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരിയല്ല. അപ്പോൾക്കപ്പ സ്വഹാബത്ത് തിരുത്തി. അതാ ഒരാളും നമ്മൾ വിവേചനം കാണിക്കൂല, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാണ്. അതാണ് ആമന റസൂലുമാ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി ലാ നുഫദ്ദിഖു ബൈന അഹദിൻ മിൻ റസുലിഹി വഖാലു സമീനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസ്വീർ. അപ്പൊ അല്ലാഹു തആല മറ്റേ നസ്ഖ് ചെയ്തു. ഏത്? ലില്ലാഹി. ആ നസ്ഖ് ആയത്താണ് ഇത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ തുഖത ലനാ ബി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അഷ്റഫുൽ ഖൽഖ് സങ്ങൾ പറഞ്ഞു സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് അത് തന്നെ മതി. എല്ലാ ആഫത്തിൽ നിന്നും മുസീബത്തിൽ രക്ഷ എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. റബ്ബനാ വലാ തുഹമ്മിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ മാ കസബത് വഅലൈഹാ റബ്ബനാ ലാ തുആഖിദ്നാ ബിൽ. റബ്ബേ ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾക്ക് പല മറുതിയും വന്നു പോകും, ഞങ്ങൾക്ക് പല അബദ്ധങ്ങളും സംഭവിച്ചു പോകും. അതിന്റെ പേരിൽ ഞങ്ങൾ നീ എന്താകരുത്? ലാ തുആഖിദ്നാ
പിടിച്ച് റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്ഫൻ കമാ ഹമൽതു അല്ലദീന മിൻ ഖബലിനാ, പൂർവികര സമുദായത്തിന്റെ പേരിൽ ചുമത്തിയ പോലെ. അപ്പോൾ ഖാല റബ്ബ് സമ്മതിച്ചു. പിന്നെ വലാ തഹ്മിൽ അലൈനാ ഇസ്ഫൻ കമാ ഹമൽതു അല്ലദീന മിൻ ഖബലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ. ഞങ്ങളെ കൊണ്ട് കയ്യാത്താണ് ഏതുള്ളത്, ഞങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വന്നു പോകുക എന്നുള്ളത്. റബ്ബ് പറഞ്ഞു റബ്ബനാ ഫഗ്ഫിർ ലനാ വൻസുർനാ. അപ്പൊ ഞാൻ എൻ്റെ പ്രവർത്തകരോട് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലുത്, നിങ്ങളെ ഉമ്മമാർ വാക്ക് പറഞ്ഞ, വാപ്പമാർ വാക്ക് പറഞ്ഞ, നിങ്ങളുടെ ഉസ്താദുമാർ കാര്യം പറഞ്ഞ, നിങ്ങളുടെ നേതൃത്വം ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം നിങ്ങൾ അനുസരിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ ബർക്കത്തുണ്ടാവും. അതിൽ പ്രത്യേകിച്ച് ഉസ്താദുമാരുടെ നേതൃത്വം ഒരു കാര്യം പറഞ്ഞാൽ, അന്നെങ്ങാനും ഉസ്താദ് പറഞ്ഞ് ഞാൻ കേൾക്കാതെ ഞാൻ എന്തായിരുന്നുവെങ്കിൽ എവിടേക്ക് പോയിരുന്നെങ്കിൽ, ഇറാഖിലേക്ക് എന്തിനു വേണ്ടി പോയിരുന്നെങ്കിൽ, ഞാൻ പോണെന്താ ഹറാമനാവാത്, സിനിമക്കാവാത്, കള്ളുടിക്കാനാവാത്, എന്തിനാ പോയത്, ഗൗസുല്ലാഹ് സിയാറത്തിനാ പോയത്. അതാണ് ആര് പോണ്ടാറുന്നത്, ആര് പറഞ്ഞത്? സുൽത്താൻ കാന്തപുരം ഉസ്താദ്. ഹജ്ജിന് പോകുമ്പോ ഇസ്തിഖാറത്ത് ചെയ്യണ്ടേ? ഹജ്ജിന് പോകുമ്പോ എന്ത് ചെയ്യണ്ടേ? എന്തിനാ ഹജ്ജിന് പോകുമ്പോ ഇസ്തിഖാറത്ത്? ഹജ്ജ് ഫർളല്ലേ, എന്താ ഇസ്തിഖാറത്ത് ചെയ്യണത്? ഈ ലാഹില് പറഞ്ഞില്ലേ എന്തിനാണ്? ഈ കൊല്ലം എനിക്കത് ഖൈറുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഈ കൊല്ലം എനിക്കത് ഖൈറ്, ഹജ്ജ് നിർബന്ധാണ്. ഹിജ്ജിനേക്കാൾ കൂലുള്ള വേറെ ഒന്നും ലോകത്തില്ല. എല്ലാം ശരിയാണ്. പക്ഷേ എന്നിരുന്നാലും ഹജ്ജ് ചെയ്യുമ്പോഴും എന്താക്കണം? മാ ആലമനിക്തസദ വമാ ഖാബ മനിസ്തഖാറ വമാ നദിമ മനിസ്തശാറ. നിങ്ങൾ മറക്കാത്ത 3 ഉപദേശം എന്ത്, അത് എഴുതി വെക്കണ്ട. മാ ആല മനിക്തസദ, ജീവിതത്തിൽ മിതത്വം ശീലിച്ചാൽ ദരിദ്രനാകൂല. ജീവിതത്തിൽ മിതത്വം ശീലിച്ചാൽ എന്താവൂല? നിങ്ങൾ ഒരു കാരണവശാലും പലിശക്ക് ഇടപാട് നിങ്ങൾ നടത്തരുത്. ഒരു കാരണവശാലും നിങ്ങൾ ജീവിതത്തിൽ. ഇപ്പൊ ഇന്നലെ ഒരാൾ വന്നിട്ട് പറയാണ്, എന്റെ പെരുമ്പറമ്പ് ജപ്തി ചെയ്തിക്കണ്, ഞാൻ ആകെ തളർന്ന് അവശനായിക്കണ്. കാരണം എന്താ? ഞാൻ 15 ലക്ഷം ബാങ്കിൽ നിന്ന് കണ്ടെടുത്തിട്ട് ഞാൻ എന്തായിനി 5 പശുവിനെ വാങ്ങിനി. 5 പശുവിനെ വാങ്ങിയിനി. അപ്പൊ പശു മുഴുവൻ സ്വത്തും പോയി. എന്തായി ചെയ്ത്? ഇപ്പൊ എന്റെ പെരുമ്പറമ്പ് എന്തായിക്കണ്? ജപ്തി. പശുവിനെ പോറ്റണോ പോറ്റണ്ടേ? പോറ്റണം. എങ്ങനെയാ പോറ്റണ്ട്? ആദ്യം പലിശ വാങ്ങാം. ആദ്യം ഒരാളിനെ വാങ്ങാം. എന്നിട്ട് ആളിനെ നല്ലോണം നോക്കി, കൊല്ലത്തിൽ 2-3-4 ഉണ്ടാകുമല്ലോ, അത് നല്ല നോക്കുക. അങ്ങനെ ഒരു 2-3 അതിനെ വെക്കുക. പിന്നെ 2 ആടും കൂടി വാങ്ങുക. അങ്ങനെ പിന്നെ ഒരു പശുവിനെ വാങ്ങുക. എന്നിട്ട് ആ പശുവിനെ വാങ്ങിയിട്ട് അത് നല്ല നോക്കി, അത് പറ്റൊരു കൊല്ലത്തിൽ പെടില്ല. ഇതൊക്കെ എന്താകുക? അതിൽ കുട്ടിയെ അത് വിൽപ്പം വെച്ച് പിന്നെ ഒരു പശുവിനും എന്താകുക? അങ്ങനെ 1-2 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് എന്ത് വാങ്ങാമായിരുന്നു? ഒരു 3 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് നല്ലോണം സൂക്ഷിച്ചാൽ എന്തുണ്ടാക്കാമായിരുന്നു? ഒരു 5 പശു 5 കൊണ്ട് ചത്തുപോയി നിൽക്കുക. എന്നാ അദ്ദേഹത്തിന്റെ പരിമ്പറം ജപ്തി ചെയ്യോ? അപ്പൊ ആദ്യം തന്നെ എന്താവരുത്? ജീവിതത്തിൽ നിങ്ങളോടൊക്കെ എത്ര പ്രവർത്തകരാണ് ഈ പലിശ കൊണ്ട് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? അർജുന്റെ ലോറിന്റെ ഭാര്യ 10 മീറ്റർ നീളവും 3 മീറ്റർ ഹൈനുള്ള ആ ലോറി എവിടെയെന്ന് അറിയില്ല. ആര് വന്ന് നോക്കിയിട്ട് ആർമി വന്നിട്ട് അറിയുന്നില്ല. ND RF വന്നിട്ട് അറിയണില്ല. എന്നാ ഒരിക്കലും നിങ്ങൾക്ക് പരിശോധനയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടൂല. SYSന്റെ 60ാം സ്വാതന്ത്ര്യ വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം വ്യാപാരി വ്യവസായ ഏകോപന സമിതിന്റെ സെക്രട്ടറി കാര്യം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ തകർന്ന മുഴുവൻ വ്യവസായികളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം എന്താണ്? പലിശയാണ്. അപ്പൊ ഞാൻ എൻ്റെ കള്ള കഷ്ണങ്ങളായ നിങ്ങളോട് പറയുന്നു, അതിനാദ്യം നമ്മൾ ചെലവായിട്ട് ചുരുക്കാൻ മതി. ഞാൻ മതിൽ കർശനായിട്ട് ബൈക്കൊക്കെ കണ്ട് നിരോധിച്ചു. മതിൽ കർശനായിട്ട് ബൈക്ക് നിരോധിച്ചു. അതിന് കുട്ടികൾ ഹോട്ടലിൽ പോയി ചായ കുടിക്കാൻ പാടില്ല നിരോധിച്ചു. കാരണം ഇവിടൊക്കെയാണ് കുട്ടികൾ ഭീമമായ സംഖ്യ വെറുതെ ചെലവാക്കുന്നത്. എന്നിട്ട് ആ കുട്ടികൾക്ക് ദാരിദ്ര്യം പിടികൂടുന്നത്.
എനിക്ക് വല്ലാത്ത മറക്കാൻ പറ്റാത്ത എൻ്റെ കരണ്ട കണ്ണാണ് പ്രിയപ്പെട്ട വാരിദ് സഖാഫി. മരിച്ച 8ാമത്തെ ആണ്ടാണ്, മുഹറം 15 മരിച്ചത്. നിങ്ങൾ ഓർക്കുന്നറിയില്ല. ഞാൻ എന്നിട്ട് പെട്ടെന്ന് അങ്ങ് കരഞ്ഞുപോയി. വോയിസ് ഇട്ട് മഹാനാ സുൽത്താൻ കാന്തപുര ഉസ്താദ് അന്ന് അബുദാബിയിലാണ്. ഉസ്താദ് ആ പരിപാടി ക്യാൻസർ ഖലീൽ തങ്ങൾ ഇങ്ങനെ കരഞ്ഞ ഞാൻ കണ്ടിട്ടില്ല. ഖലീൽ തങ്ങൾ കരണെങ്കിൽ എന്തോ ഒന്നുണ്ടാകും എന്ന് മനസ്സിലാക്കി ഉസ്താദ് ക്യാൻസറാക്കി വന്നു. അങ്ങനെ വമ്പിച്ച ജനക്കൂട്ടായി, വമ്പിച്ചതായി. അതാണ്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ 5-6 ആൾക്കാർ ആക്സിഡന്റ് തുറ മരിക്കുക. കുറേ അതിരുകൾ എന്താക്കി, 5-6 ആൾക്കാർ. അപ്പൊ ഞാൻ വിഷയം പഠിച്ചപ്പോൾ എന്താ, കുട്ടികൾ ദ്വാരക്കാണ്. ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് എന്തായാൽ മതി, ഇനി മരിച്ചാ ഞാൻ എന്ത് കിട്ടും? ഉസ്താദ് കാര്യം ദ്വാരക്കും. അപ്പൊ ഞാൻ കുട്ടിയെ വിളിച്ചിട്ട്, ഇനി എങ്ങാനും ഇവിടുന്ന് ഒരു കുട്ടി ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചാൽ ഞാൻ ദ്വാരക്കില്ല, മൈതസ്കാരത്തിന് കൂടെ എന്നെ അതിന് കാണണ്ട. എനിക്ക് രോഗം മനസ്സിലായി. 8 കൊല്ലം അതിന്റെ ഒറ്റ കുട്ടിയുടെ ആക്സിഡന്റ് പറ്റിയില്ല. ഒറ്റ കുട്ടി എന്തായിട്ടില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, കോഴിക്കോട് താമരശ്ശേരിക്കടുത്ത് സജീവ നമ്മുടെ പ്രവർത്തകർ 13 പേര് ആക്സിഡന്റിൽ മരണപ്പെട്ടു. 13 പേര് ആക്സിഡന്റ് മരണപ്പെട്ടു. അനുസ്മരണ സമ്മേളനം നടത്തി. ആ ആൾക്കാരൊക്കെ നല്ല തൊപ്പിട്ടവരാണ്, നിസ്കാര തയമ്പുള്ളവരാണ്, ദാക്കിരീങ്ങളാണ്, എല്ലാ സ്വാതന്ത്ര്യ പ്രവർത്തകർ എല്ലാം നിറഞ്ഞിരിക്കുന്നവരാ. എല്ലാവരും മധുഹോതി എല്ലാവരും ഇങ്ങനെ പറഞ്ഞു. അവസാനം നിൽക്കാൻ നേരത്തെ കോർഡിനേറ്റർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ 13 ആളെ കുറിച്ചും പഠിച്ചു നോക്കുമ്പോ 13 ആളും ബൈക്ക് വാങ്ങിയത് ആരറിഞ്ഞിട്ടില്ല? വാപ്പ അറിഞ്ഞിട്ടില്ല, ഇവര് പോയത് ഉമ്മ അറിഞ്ഞിട്ടില്ല. ഇവരോട് പറയേണ്ടത് എന്തിനെ കുറിച്ചാണ്? ഉപ്പമാരുടെ കുരുത്തവും പൊരുത്തം. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന ഒരു ബൈക്ക് ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടാകുമോ? എന്നാ ബൈക്ക് വാപ്പന്റെ സമ്മതത്തോടുകൂടെ കുരുത്തത്തോടുകൂടെ വാങ്ങിയവർ എത്ര പേരുണ്ടാവും? നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങൾ ചിന്തിക്കണം. അതാണ് എപ്പോഴും വിജയിച്ചവർ ആര് വിജയിച്ചു, ആ വിജയത്തിന്റെ ഒക്കെയും രഹസ്യം എന്താണ്? ആദരവും ബഹുമാനവും, മുതിർന്നവരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക. പരാജയപ്പെട്ടവരെ പരാജയത്തിന്റെ ഒക്കെയും കാരണം എന്താണ്? മുതിർന്നവരെ, ഉപ്പമാരെ ബഹുമാനിച്ചില്ല, സ്നേഹിച്ചില്ല എന്നുള്ളതാണ് പരാജയത്തിന്റെ മുഴുവൻ കാരണവും. അപ്പൊ ആയതുകൊണ്ട് നമ്മുടെ നേതൃത്വം ഈ SSF ഞാൻ പറയുന്നു, പ്രത്യേകിച്ച് ഇതിൽ SSF ഉണ്ടാവുമോ? SSF എഴുന്നേറ്റുന്നാല് SYS ആരാതില്ല അല്ലേ? SYS ആയാലും SSF ആയാലും മുസ്ലിം ജമാഅത്ത് ആയാലും ആരായാലും ആര് പറഞ്ഞേ കേൾക്കണം? ആര് പറഞ്ഞത്? മുതിർന്നവര് പറഞ്ഞേ കേൾക്കണം. എത്ര വരെയാണ് ഇതിന്റെ സമയം? എത്ര വരെയാണ്? ആരാ സംഘാടകർ? 1:30 വരെ. 1:30 വരെ. എന്നാ അപ്പൊ ഞാൻ പറഞ്ഞ പൂർത്തിയായി. ഞാനിപ്പോ തുടങ്ങി വെച്ചോടുന്ന ഇന്നലിൽ ഹസനത്തി നൂറൻ. അപ്പൊ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യലോടുകൂടെ എന്തുണ്ടാകും? മെന്റൽ വെൽബീങ് ഉണ്ടാകും. മെന്റൽ ഉണ്ടാകൂല്ലേ? നിങ്ങൾ എപ്പോഴും ആ സാന്ദ്രം ചെയ്യേണ്ട എന്തുകൊണ്ട് മാത്രമൊന്നുമല്ല, ഈ ടൂൾസുകളും മറ്റും കൂടെ ഏറ്റവും ചെറിയ നല്ല നല്ല വാക്കുകൾ, ആരെയും സമാധാനിപ്പിക്കുന്ന വാക്കുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ കുറച്ച് മുത്താലിമീങ്ങൾ ഉണ്ടാക്കുക. പൊന്മോസ്ഥാന ശിഷ്യന്മാർ എഴുന്നേറ്റുന്നാല്, പൊന്മോസ്ഥാന ശിഷ്യന്മാരിൽ ഇതിൽ കുറെ എഴുന്നേറ്റുന്നാല് മാഷാ. എങ്ങനെയാണ് ഈ പൊന്മോസ്താദ് എന്ന ശിഷ്യൻ ഉസ്താദ് ഉണ്ടായത്? എങ്ങനെയാണ് നിങ്ങൾക്കറിയും? എങ്ങനെയാ പൊന്മോസ്താദ് ഉണ്ടായത്? പൊന്മോസ്താന്റെ കുടുംബത്തിൽ, ഉമ്മ കുടുംബത്തിലും ബാപ്പന്റെ കുടുംബത്തിലും പണ്ഡിതനില്ല. മറിച്ച് പൊന്മോസ്താദ് മദ്രസയിൽ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ കൊടിഞ്ഞിക്കാരനായ ഹുസൈൻ തങ്ങൾ ഉണ്ടായിരുന്നു. കൊടിഞ്ഞിക്കാരനായ ഹുസൈൻ കഴിഞ്ഞല്ല മരിച്ച ഹുസൈൻ തങ്ങൾ 2 കൊല്ലം മരിച്ചിട്ട് ഞാൻ തങ്ങളെ ഞാൻ കണ്ടില്ല, വല്ല ഇഷ്ടപ്പെടുന്നു കേട്ടില്ലേ? പൊന്മോസ്താദ് എപ്പോഴും പറയില്ലേ, ആ ഹുസൈൻ തങ്ങൾ എന്തായപ്പോ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മദ്രസയിൽ പൊതുപരീക്ഷയ്ക്ക് എക്സാമിനേറ്ററായിട്ട് വന്നതാണ്. അവര് പറഞ്ഞ വാക്കാണ് ആര് ആലിമാക്കാൻ കാരണം? പൊന്മോസ്താദ് ആലിമാക്കാൻ കാരണം. അപ്പൊ നമ്മുടെ ഞാനത് പറയുമ്പോൾ ആ സംഭവങ്ങളൊക്കെ പൊന്മോസ്താദ് പറഞ്ഞ് കേട്ട പൊന്മോസ്താദ് എത്ര വേദിയിൽ പറയുന്നുണ്ടാവും. പൊന്മോസ്താദിന്റെ കുടുംബത്തിലും ഉമ്മ കുടുംബത്തിലും ഒറ്റ ആലിമില്ല. അപ്പൊ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും ഈ ടീഷർട്ട് ഇടൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും എല്ലാവരോടും നിങ്ങൾ എന്ത് പറയണം? വേദനിപ്പിക്കുന്ന വാക്ക് ഒരാളോട് നിങ്ങൾ പറയരുത്. ഞാനൊരു ഉസ്താദ് നല്ല കിതാബ് കഴിവുള്ള ആളാണ്, നല്ല എക്സ്പേർട്ടാ, എല്ലാത്തിലും ഉഷാറാ. പെട്ടെന്ന് എന്നോട് പറഞ്ഞ് എന്താകുക,
ആളെ പിരിച്ചിടണം. എന്ത് പറഞ്ഞ് നാട്ടുകാർ കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത നാട്ടിലെ പറഞ്ഞാൽ കേൾക്കുന്നത്. അവസാനം പിരിച്ചിട്ടപ്പോൾ സാമ്പ് പിന്നെ 10 കൊല്ലം കഴിഞ്ഞ ശേഷം ഞാൻ അറിഞ്ഞത് റബീഉൽ അവ്വൽ ഗംഭീര പരിപാടി നടക്കുക. അപ്പോൾ സദസ്സുള്ള മുഴുവൻ ആരാ? കുട്ടികളാ. സദസ്സുള്ള മുഴുവൻ കുട്ടികളാ. അപ്പോൾ ഉസ്താദ് ഈ കുട്ടികൾക്കൊന്നും തന്താരില്ലേ? എന്ത് ചോദിച്ചു? ഈ കുട്ടികൾക്കൊന്നും. ഇതെത്രമാത്രം ഗുരുതരമായ വാക്കാണ്, എത്രമാത്രം. ഈ പറഞ്ഞ അർത്ഥം എന്താ? ഈ കുട്ടികളൊക്കെ വാപ്പാര് വ്യഭിചരിച്ചു എന്നല്ലേ അർത്ഥം? ഈ കുട്ടികൾക്ക് സിനയിലുണ്ടായിരുന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ ഇമാതിരി വാക്കുകളൊന്നും ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാനിതാ നൂറം ഫിൽ ഖൽബി, ഖൽബിൽ എന്തുണ്ടായിത്തീരുന്നു? രണ്ടാമത്തെ ഫിൽ വജ്ഹി, മുഖത്തിൽ എന്തുണ്ടായിത്തീരുന്നു? വല്ലാത്ത പ്രകാശം നമുക്ക് ആവശ്യമുള്ളല്ലേ? മുഖം നല്ല പ്രകാശപൂരിതമാവണം. മുഖം പ്രകാശപൂരിതമാവാൻ വേണ്ടത് എന്താണ്? എന്താ വേണ്ടത്? ഞാൻ ചോദിക്കുക. ഞാനിപ്പോൾ വളരെ സന്തോഷത്തിലാ ചിരിച്ച് കളിച്ചിങ്ങനെ നിൽക്കുകയാണ്, ആവേശഭരിതനായി നിൽക്കുകയാണ്. അപ്പോഴാണ് എനിക്കൊരു ഫോൺ വരുന്നത്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഉസ്താദുമാരിൽ, എൻ്റെ ജ്യേഷ്ഠന്മാരിൽ, എൻ്റെ വല്യമ്മാർ, എൻ്റെ വാപ്പ മരിച്ചു എന്ന് വാർത്ത കണ്ട് വന്നാൽ ഞാൻ എന്തായി പോകും? എന്റെ മുഖം കരിവാളിക്കൂലേ? മുഖം ചെറുതാകൂലേ? ഞാൻ ആകെ തളർന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച് ഞാൻ ഇവിടുന്ന് വിഷയം പൂർത്തിയാക്കുകയാണ്. അപ്പോഴൊക്കെ നിങ്ങൾ പറയും ആ ഫോണ് ശരിയല്ല. എന്തോ ഒരു വിഷമം ആർക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് കഴിഞ്ഞിട്ട് ഞാൻ മിണ്ടിയില്ല. ഞാൻ പറഞ്ഞ ഒന്നുമില്ല. നിങ്ങളെല്ലാവരും പറയും ആ മുഖം പറയുന്നുണ്ട് എന്തോന്ന് എന്തുണ്ട്. ഇനി അതേ സ്ഥാനത്ത് ഞാൻ വളരെ വിഷമത്തോടുകൂടെ ഇവിടെ വന്നത്. ഒരു 50 ലക്ഷം ഉറുപ്പ്യ ഇന്ന് കടം കൊടുക്കേണ്ടതുണ്ട്, വീട്ടാമാർഗമില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴെനിക്കൊരു ഫോൺ കിട്ടി വരുന്നത്. ആ 50 ലക്ഷം ഉറുപ്പ്യ ഞങ്ങളെ അക്കൗണ്ടിൽ എന്തായിരുന്നു എന്ത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത വിശാല. അപ്പം മനസ്സ് അതേ സ്ഥാനത്ത് ഇന്ന് ബ്യൂട്ടി പാർലറിൽ കയറി നിങ്ങൾ തേക്കുന്ന ക്രീമുകളൊക്കെ അത് കിഡ്നിക്ക് തകരാറുണ്ടാക്കും, ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ടാക്കും. അപ്പൊ മുഖപ്രസന്നക്ക് വേണ്ടത് എന്താണ്? സാന്ദ്രപ്രവർത്തനം ചെയ്ത ഹൃദയം വിശാല എന്താകും? മുഖം. ഞാൻ ചുരുക്കുന്നു, ഇനി ബാക്കി വിശദീകരിക്കുന്നില്ല. ഓരോന്നും വിശദീകരിക്കാനുള്ളതാണ്. മൂന്നാമത്തെ വസീഹത്തൻ ഫിൽ ജിസ്മി, എന്തുണ്ടാകും? അവരെ ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ടാവില്ല, കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ടാവില്ല, ശ്വാസകോശത്തിന് എല്ലാ രോഗത്തിൽ നിന്നും മാറും. നിങ്ങൾ ആലോചിച്ച് നോക്കും. നമ്മുടെ നേതൃത്വം മഹാനായ MA ഉസ്താദ്, മഹാനായ നൂറുൽ ഉലമ, അതേ മഹാനായ താജുശ്ശേരി ആലി കുഞ്ഞു ഉസ്താദ്, ഈ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നിറഞ്ഞു നിന്ന പ്രവർത്തകരിൽ മാരകമാരോഗ്യങ്ങൾ പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഒരു പൂർണ്ണ ആരോഗ്യം. താജുലുലമ അങ്ങനെ തുടങ്ങി ഓരോ AP ഉസ്താദുകൾ, ഓരോ സുലൈമാൻ മാസ്റ്ററൊക്കെ ആലോചിച്ച് നോക്ക്. എത്ര ശിഷ്യന്മാരെ ഈ സ്വാതന്ത്ര്യ എഴുതു മാത്രമല്ല, കുറെ ശിഷ്യന്മാരെ. കോട്ടൂർ ഉസ്താദ്, ആ പൊന്മള ഉസ്താദ് എന്നൊരു ശിഷ്യനെ കാണുമ്പോൾ തന്നെ എന്താവൂലേ? എല്ലാം കോട്ടൂർ ഉസ്താദ്, ആ പൊന്മള ഉസ്താദ് എന്നൊരൊറ്റ ശിഷ്യരെ കണ്ടാൽ മതി മനസ്സിൽ വല്ലാത്ത. എനിക്ക് ഇപ്പൊ കേരളത്തിൽ വലിയൊരു വൈദ്യരുണ്ട്, വലിയൊരു പേരിട്ട വൈദ്യരാ. അയാൾ രോഗിയെ കണ്ടാ പറയും നിങ്ങൾക്ക് ഷുഗർ ഉണ്ട്, ഇത്ര ബ്ലോക്ക് ഉണ്ട്, മറ്റേ. എല്ലാവരും കൂടി ഒരു 10-50 ആൾക്കാർ പറഞ്ഞോട് നിങ്ങളൊന്ന് പോണം എന്നറിയും. അങ്ങനെ ഞാൻ പോയി. ചെന്നം പറഞ്ഞ ആൾ വെച്ച് നിങ്ങളെ കാൽമുട്ട് വേദന തുടങ്ങിയിട്ട് എത്രയെന്ന് വെച്ച്. ഞാൻ പറയും കാൽമുട്ട് വേദനയില്ല. രണ്ടാമത് വെച്ച് നിങ്ങൾക്ക് ഷുഗർ തുടങ്ങിയിട്ട് എത്രയെന്ന് വെച്ച്. ഷുഗർ ഇതുവരെ ഇല്ല. പ്രഷർ തുടങ്ങിയിട്ട് എത്രയെന്ന് വെച്ച്. ഇതുവരെ പ്രഷർ. കൊളസ്ട്രോൾ എത്ര. ഇതാണ് വെറും വ്യാജ ചികിത്സാരികളും വ്യാജ തെരീക്കത്തുകാരും. കാരണം എന്നെ പോലത്തെ തടി മണ്ണുണ്ടായാൽ ഓൾക്ക് എന്തുണ്ടാവും? സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? കാലുമുട്ട് വേദന ഉണ്ടാവും. അത് കണ്ടാണ്ട് ഞാൻ അങ്ങനെ കേട്ടു കണ്ട് സാധാരണ വൈദ്യന്മാർ പറയൽ എങ്ങനെയാണ് നാടി പിടിച്ചു നോക്കിയിട്ടാ പറയല്. ഇത് നാടിയൊന്നും പിടിച്ചു വെക്കാതെ ആളെ കണ്ടുകാണ് എന്താകുക? അത് ഫറാസത്തിന് ഇൽമുണ്ടാവുമ്പോഴാ പറയല്. ഇത് ഞാൻ കേട്ട് എത്ര തങ്ങന്മാര്, മൊയ്യന്മാര്, കാളിമാര് എല്ലാവരും നിങ്ങളൊന്നും അവിടെ പോണം, നിങ്ങളൊന്ന് പോണം, നിങ്ങൾ പോകാനാ ശരിയാവൂല. ഈ 10 വാക്ക് കേട്ടാ 10,000 തിരിയല്ലോ. ഞാൻ പോയതാ. ചെന്നപ്പോ കണ്ടേ പാട് എനിക്ക് നിങ്ങൾക്ക് കാലിനെ മുട്ടുവേദന അടക്കിയിട്ട് എത്രയായി. ഞാൻ പറഞ്ഞു കാലിൽ ഒരു മുട്ടുവേദന. അപ്പൊ ഇതിലൊന്നും നിങ്ങൾ വഞ്ചിതരാവരുത്. അപ്പൊ നമുക്കിതിനൊക്കെ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ നല്ല സ്വാതന്ത്ര്യം. അപ്പൊ ഒന്ന് എന്താകുക? നൂറം ഫിൽ ഖൽബി, 2 ലിയാഅം ഫിൽ, മൂന്നാമത്തെ വസീഹത്തൻ വബറക്കത്തൻ ഫിൽ ജിസ്മി. ഇതൊക്കെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വബറക്കത്തൻ ഫിൽ ജിസ്മി എന്താകുക? ഭക്ഷണത്തിൽ നല്ല. അവരെന്ത് ബിസിനസ് ചെയ്താലും വിജയിക്കും. അവരെന്ത് ബിസിനസ് ചെയ്താലും ആ ബിസിനസ്സൊക്കെ ആദ്യം വേണ്ട എന്താണ്? മനസ്സമാധാന വേണ്ടത്. എന്താ റഹീം സാഹിദി? നല്ല സമാധാനത്തോടെ ആ ബിസിനസ് ലാഭം ഉണ്ടാവൂലേ? അല്ല എന്തെങ്കിലും പ്രയാസത്തോടെ പോയാലോ തൊട്ടത് മുഴുവൻ എന്താകും? ശാപം. മാത്രല്ല അങ്ങനൊക്കെ ആവുമ്പോഴോ വമഹബ്ബതൻ ഫീ ഖുലൂബിൽ ഖൽഖി, ആൾക്കാർക്ക് അവനോട് എന്തുണ്ടാവും? സ്നേഹം ഉണ്ടാവും. അവൻ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ച ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്യും?
എന്തേ കർണാടകയിൽ നിന്ന് മഹാനാ സുൽത്താൻ മക്കാന്തം ഉസ്താദിനെ ഖാദിയാക്കി? ഉസ്താദിന്റെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ അവിടെ ജില്ല നോക്കൂല, സ്റ്റേറ്റ് നോക്കൂല, നാഷണൽ നോക്കൂല, ഒന്നും നോക്കൂല. അപ്പോൾ മാത്രല്ല, ഞാൻ ചുരുക്കട്ടെ, അവസാനമായിട്ട് പറയട്ടെ, അൽ മുഅ്സിറു ഹയ്യും വലൗ കാന ഫീ ദാരിൽ അംവാത്. അങ്ങനത്തെ ആൾക്കാർ മരിച്ചാൽ ജനമനസ്സുകൾ പോലും മരിക്കൂല. ജനമനസ്സുകൾ പോലും മരിച്ച് 10 കൊല്ലം കഴിഞ്ഞാലും 100 കൊല്ലം കഴിഞ്ഞാലും ജനന്മാരെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബേക്കൽ ഉസ്താദിനെ പറയാൻ കാരണം എന്താ? KCF എന്ന് കേൾക്കുമ്പോഴേക്ക് ആദ്യം ഓർമ്മ വരൽ ആരാണ്? ബേക്കൽ ഉസ്താദിന്റെ ആണ്ടാണ് വരുന്ന 24, 25, 26 തീയതികളിൽ ബേക്കൽ ഉസ്താദിന്റെ ആണ്ടാണ്. എന്താ ബേക്കൽ ഉസ്താദിന് വഫാത്തായിട്ട് 5ാമത്തെ ആണ്ടല്ലേ? 4ാമത്തെ എത്രയാണ്? 4ാമത്തെ. എന്താ ബേക്കൽ ഉസ്താദ് KCF ഉണ്ടാക്കിയത്? ആരുടെ റൂമിൽ നിന്നാണ്? ബേക്കലം ഉസ്താദാണ്. അപ്പൊ ഓരോന്നും അപ്പൊ അത് മരിച്ച എത്ര കൊല്ലം കഴിഞ്ഞാലും നമ്മൾ മറക്കൂല. മാണി ഉസ്താദ് അള്ളാഹ് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇതൊക്കെ എവിടെയുള്ള ഉപകാരം? ദുന്യാവുള്ള ഉപകാരം, ആഖിറത്തുള്ള ഉപകാരം എവിടെ ഉള്ളതാണ്? ദുന്യാവ് തന്നെയുള്ള ഉപകാരം. അതുകൊണ്ടാണ് യൂറോപ്പിലൊക്കെ ഇന്ന് വലിയ വലിയ കമ്പനികൾ ചാരിറ്റിക്ക് വേണ്ടി വലിയ കാശ് നീക്കി വെക്കുന്നത്. എന്തിനു വേണ്ടി? ചാരിറ്റിക്ക് വേണ്ടി എന്താക്കണത്? 10%, 20%, 30%. ഓൽക്കൊന്നും ആഖിറത്തിൽ വിശ്വാസമില്ല. ദുന്യാവിൽ തന്നെ ധാരാളം ഉപകാരണം പോലും മനസ്സാക്കി വെച്ച് മാഷാ അല്ലാഹ്. നീ ആഖിറത്തിൽ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ എൻ്റെ സമയം കഴിഞ്ഞത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അപ്പോൾ അല്ലാഹുവിൻ്റെ വജൂദ്. എനിക്ക് ഇന്നിപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള ദിവസമാണ്. കാരണം മഅ്ദിൻ തുടങ്ങിയ ടൈമിൽ ABCD തിരിയാത്ത ഒന്നും തിരിയാത്ത ഒരു കുട്ടി വന്നിരുന്നു, സുബൈർ. ഇപ്പോൾ അൽഹംദുലില്ലാ SLCയിൽ പാസ് മാർക്കിൽ വന്ന് അങ്ങനെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായെന്ന് മാത്രമല്ല, അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ അൽഹംദുലില്ലാ ഇപ്പം ഇന്നലെ ജർമ്മനിൽ ഡോക്ടറേറ്റ് കിട്ടി, അതിൻ്റെ മുമ്പ് അറബിയിൽ ഡോക്ടറേറ്റ് കിട്ടി, 3 ഭാഷയിൽ PG എടുത്ത്. അപ്പം ആ വാർത്ത കേൾക്കുമ്പോൾ എൻ്റെ മനസ്സുണ്ടാകുന്ന സന്തോഷം എത്രയാണ്? റബ്ബേ, മഅ്ദിൻ തുടങ്ങിയപ്പോൾ വെറും 210 മാർക്ക് മാത്രമാണ് SLCയിൽ എങ്ങനെയൊക്കെ എടുത്തെടുക്കേണ്ടത്. ഇപ്പം ആ ജുബൈർ അംജദിയാണ്. ഇന്നത്തെ എൻ്റെ ഫേസ്ബുക്ക് വായിച്ച് നോക്കിയാൽ അറിയാം. എൻ്റെ സന്തോഷത്തിന് കണക്കില്ല. ഓരോ ദിവസവും സന്തോഷമുള്ള വാർത്തകൾ കേൾക്കുമ്പോ എനിക്ക് മനസ്സിന് വല്ലാത്ത. ഇപ്പോ അബ്ദുൽ ലത്തീഫ് സാജി പറഞ്ഞപ്പോ മാണി ദാറുൽ ഇർഷാദില എന്ന് പറഞ്ഞപ്പോ മനസ്സിൽ സന്തോഷാണ്. കാരണം അവിടെ കുറെ അതിരികൾ എന്താകുന്നുണ്ടല്ലോ. ലത്തീഫ് കളസ പലപ്പോഴും പറയാറുണ്ട്, എന്റെ ദർസിൽ ചുറ്റും വട്ടമൊക്കെ ഉണ്ടായത് ആര് വന്നതിന്റെ ശേഷമാണ്? അവിടെ ഒരു അതിനി വന്നതിന്റെ ശേഷമാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരൊറ്റ ബുഖാരി സബ്ക്ക് ഞാൻ ഒഴിവാക്കൂല. ഞാൻ എൻ്റെ സബ്ക്ക് ഒഴിവാക്കൂല. കാരണം എൻ്റെ ഏറ്റവും ജീവിതത്തിൽ വലിയ സന്തോഷം എനിക്ക് അവരുമായി കണ്ടിട്ടുണ്ട്. എൻ്റെ കാശ് ഏറ്റവും കൂടി കൊടുക്കാറുള്ള അവർക്ക് എന്നാ ചോദിച്ചു നോക്കിയാൽ അറിയാം. ആ മറുപടി പറഞ്ഞാൽ എനിക്കിങ്ങനെ കറക്റ്റ് ആൻസർ കിട്ടിയാൽ എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. അപ്പം നിങ്ങളൊക്കെയും ജീവിതത്തിൽ SYS ചിന്താഭാ ഉറക്കെ അത് ആഖിറത്തിലേക്ക് നമുക്ക് രക്ഷപ്പെടുത്താനുള്ളതാണ്. ആഖിറം നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മഹാനായ സയ്യിദ് ഫضل അഹ്മദ് തങ്ങളുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. മഹാനായ വളവട്ടം തങ്ങളുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. മഹാനായ സയ്യിദ് സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. താജുശ്ശേരി ആലി കുഞ്ഞുസ്താദ് അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഷറഫുൽ ഉലമയുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട ബേക്കൽ ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങൾ അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഇന്ന് എല്ലാവർക്കും ഭക്ഷണം നൽകിയ പ്രിയപ്പെട്ട നൽകുന്ന അബ്ബാസ് ഹാജി നന്നായി സ്ഥാപനത്തെ സഹായിക്കുന്നവരാ റബ്ബെ, അവർക്കൊക്കെയും നീ അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അബ്ബാസ് ഹാജി എന്തെല്ലാം ചെയ്തതൊക്കെയും മക്കൾക്ക് ചെയ്യാൻ വേണ്ടി, കുടുംബത്തിന് ചെയ്യാൻ വേണ്ടി നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാൻ അബ്ബാസ് ഹാജിന്റെ പോണെന്ന് കരുതിയിരുന്നു. പ്രിയപ്പെട്ട ബറക്ക ഇക്ബാൽ ഹാജി, അതുപോലെ തന്നെ KCFന്റെ, അതുപോലെ തന്നെ മറ്റെല്ലാവർക്കും അവസാനമായി ഒരൊറ്റ വാക്ക് ഇൻഷാ അല്ലാഹ്. ഇവിടെ മർക്കസിന്റെ പ്രവർത്തനം, ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇനി ഏതാണെങ്കിലും മഹാനായ സുൽത്താൻ കാന്തപുര ഉസ്താദിന്റെ ദീർഘരങ്ങളെ കൊണ്ട് അതിൽ കൂടാൻ ഉദ്ദേശിച്ചാണ് ആര്? പ്രിയപ്പെട്ട ബേക്കൽ ഉസ്താദ് കഴിഞ്ഞിട്ടില്ല. ഷറഫുൽ ഉലമ കൂടാൻ ഉദ്ദേശിച്ചാണ്. നമ്മുടെ ആഗ്രഹം താജുശ്ശേരി അവരൊന്ന്. ഇനി നമുക്ക് ഇന്ന് ഏറ്റവും വലിയ നേതൃത്വത്താണ് കൂറത്തങ്ങൾ കൂടാൻ ആഗ്രഹിച്ച്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ആരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം? ആരെ കൊണ്ട്? മഹാനായ സുൽത്താൻ കാന്തപുര ഉസ്താദിനെ കൊണ്ട്. അപ്പൊ എല്ലാവരും ഈ വിഷയത്തിൽ നന്നായി സജീവാകണം എന്ന് മാത്രം പറഞ്ഞ്